പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ബാബു കോട്ടയ്ക്കൽ. ഹോളി ബ്രെഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയുടെ ഈ ബൈബിൾ പ്രഭാഷണ പരമ്പരയിലേക്ക് നിങ്ങളെ വീണ്ടും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ പഠന വിഷയം, നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. ഡിപ്പെൻഡ്സ് ഓൺലി ഇൻ ഓൾമൈറ്റി, നോട്ട് ഇൻ മോർട്ടൽ. മനുഷ്യനിൽ ആശ്രയിക്കരുത്, നിങ്ങളുടെ ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കണം. ഞാൻ ഇത് പറയുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ആണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്, ഈ സുവിശേഷം നിങ്ങൾ പങ്കുവയ്ക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മലബാർ ജില്ലയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറി വന്നു. തൃശ്ശൂരിലെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊരു മനുഷ്യനെ പരിചയപ്പെടുന്നു. മുമ്പ് എൻ്റെ ഒരു ടെസ്റ്റ് മണിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൽ കൂടി എനിക്ക് വലിയ സഹനങ്ങൾ ഉണ്ടാകുന്നു, എനിക്ക് എതിരെ കോടതി കേസുകൾ ഉണ്ടാകുന്നു. ആ സമയത്ത് നമുക്കൊരു കോടതി കേസുകൾ വരുന്ന സമയത്ത് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് നമ്മൾ കോടതിയിൽ പോയി ജാമ്യം എടുക്കണം. ജാമ്യം എടുക്കണമെങ്കിൽ 2 വ്യക്തികൾ ആവശ്യമാണ്. അവർക്ക് ലാൻഡ് ടാക്സ് അടച്ച റെസിറ്റ് അടക്കം 2 പേര് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് 2 വ്യക്തികളുടെ അടുത്ത് പറഞ്ഞു. അതിൽ ഒരു സീനിയറായിട്ടുള്ള വ്യക്തി, അദ്ദേഹം പറഞ്ഞു, ഓക്കെ ഞാൻ വരാം, പക്ഷേ കോടതിയിൽ നമ്മൾ ജാമ്യ ഹർജി ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട തലേ ദിവസം 5 മണിക്ക് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ സോറി, എനിക്ക് അത് കഴിയില്ല, കാരണം ഞാൻ ആ പ്രോപ്പർട്ടിയിൽ വേറെ ലോൺ എടുക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ ടാക്സ് റെസീറ്റ് ബാങ്കിൽ കൊടുക്കണം, അതുകൊണ്ട് അത് കഴിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സഹോദര, താങ്കൾ എന്നെ ഒന്ന് വിളിച്ച് ഇൻഫോം ചെയ്യട്ടെ, നാളല്ലേ കോടതിയിൽ പോയോ, അത് സാധിച്ചില്ല. ഞാൻ ബ്രദറിൻ്റെ മറ്റാളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് വളരെ അടുത്ത അറിയാവുന്നൊരു വ്യക്തി, ആ വ്യക്തിക്ക് എന്നോട് നേരിട്ട് പറയാം, പക്ഷെ അദ്ദേഹം എന്നോട് പറയാതെ വേറൊരു തേർഡ് പാർട്ടി അടുത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അത്രയും ബന്ധമില്ലാത്ത വേറൊരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് എന്നോട് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ആകാശകുഴപ്പത്തിലായി. ഒന്ന് ടിക്കറ്റ് വിളിച്ചു. പിറ്റേ ദിവസം കോടതിയിൽ ഈ കേസ് പോസ്റ്റ്പോൺ ചെയ്യാനുള്ളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. പിന്നെ വേറെ ഒരാളെ കണ്ടെത്തി ജാമ്യം എടുക്കുകയാണ്. അപ്പോൾ എനിക്കത് വലിയൊരു വേദനയായിട്ട് മാറി. കാരണം നമ്മളെ ഏറ്റവും വിശ്വസിക്കുകയും വളരെ പ്രത്യാശയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മുടെ കൂടെ നിൽക്കും എന്ന് കരുതുന്നൊരു വ്യക്തിയാണ്, നമ്മൾ നന്മ ചെയ്തൊരു വ്യക്തിയാണ്. ആ വ്യക്തി ഇങ്ങനെ ദയാരഹിതമായി നമ്മളെ തള്ളിക്കളയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമം ഉണ്ടാവില്ല. ആ സമയത്ത് എനിക്കും അത് ഉണ്ടായതിൽ വാസ്തവമാണ്. പക്ഷെ പിന്നീട് ഞാനിത് ജീസസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇതെല്ലാത്തിൻ്റെ ഉത്തരം ബൈബിളിലുണ്ട്. ഞാൻ ജീസസ് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ജീസസ് പറഞ്ഞു, നീ ബൈബിളെടുത്ത് ബൈബിൾ പഠിക്കുമ്പോഴാണ് സങ്കീർത്തനം 118-8-9 വാക്യങ്ങൾ പറയാണ്, നീ ദൈവത്തിൽ ആശ്രയിക്കുക, മനുഷ്യരിൽ അഭയം തേടരുത്. നീ കർത്താവിൽ ആശ്രയിക്കുക, മനുഷ്യരിൽ അഭയം തേടരുത്. നീ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ അഭയം തേടുക. ദൈവമായ കർത്താവിൽ മാത്രമാണ് നമ്മുടെ ആശ്രയം, നമ്മുടെ അഭയം. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ നമ്മളെ വളരെ കാരുണ്യരഹിതമായി തള്ളിക്കളയുമ്പോഴല്ലേ, അപ്പോഴുള്ള നമ്മുടെ ശ്രദ്ധ ദൈവത്തിലേക്ക് തിരിയുക. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് തിരിയില്ല. ഇപ്പോൾ ആ സഹോദരൻ വന്നു, ഞാൻ ബെയിലെടുത്തു വന്നാൽ ഞാൻ ഈ സങ്കീർത്തനം ഒരു വർഷം വായിക്കില്ല, ഈ 118-8-9 വാക്യങ്ങൾ ഞാൻ സ്ട്രെസ് ചെയ്യില്ല. അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഞാൻ പഠിക്കണമെങ്കിൽ എനിക്കിങ്ങനെ അനുഭവം വരണം. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിൽ മാത്രമായിരിക്കണം ആശ്രയം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ അവരെ വെറുക്കരുത്, ഉപേക്ഷിക്കരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇന്നത്തെ ചിന്ത അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ, ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു മനുഷ്യനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം വളരെ ജെന്റിൽമാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വലിയ വിശ്വാസിയാണെന്ന് വിശ്വസിക്കുന്നു, വളരെ ഓണസ്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് നന്മ ചെയ്യുന്നു. ആ നന്മ എനിക്ക് ധന്യയാകുന്നു. ചുരുക്കത്തിൽ എനിക്ക് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ വലിയ പണനഷ്ടവും മാനഹാനിയും സംഭവിക്കുകയാണ്. തന്നെയല്ല, പണനഷ്ടവും മാനഹാനിയും മാത്രമല്ല, എൻ്റെ സൗഹൃദങ്ങൾ കുറേ നഷ്ടപ്പെട്ടു പോകുന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് എൻ്റെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുള്ള കേരളത്തിലെ
വൻകിട ബിസിനസ് ഹൗസുകൾ, കോർപ്പറേറ്റ് ബിസിനസ് ഹൗസുകളിലേക്ക് മേലധികാരികൾ, ചെയർമാൻമാർ, എം പിമാരുടെയൊക്കെ ബിസിനസ് ഇദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആ സൗഹൃദങ്ങൾ പോയി നഷ്ടപ്പെട്ടു പോയി, അവരുടെ പണം നഷ്ടപ്പെട്ടു പോയി. പിന്നെ അതൊരു ജുഡീഷ്യൽ ലെവലിലേക്ക്, ജുഡീഷ്യൽ ആക്ടിവിറ്റി, നിയമവ്യവഹാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും അതിലൊരു അക്യൂസ്ഡായിട്ട് മാറുന്നു. കാരണം ഞാനാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സുഹൃത്തിന് ആളുകളെ കുറേയൊക്കെ പരിചയപ്പെടുത്തി അവരുടെ പണം നഷ്ടപ്പെട്ടു പോകാനിടയായി. ആ സമയത്ത് എനിക്കേറെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കേസുകൾ വരികയാണ്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, അതുപോലെ തന്നെ തൃശ്ശൂരിലെ മറ്റ് പല കോടതികളിലും കേസ് വരുന്നു. കേസ് എൻ്റെ അടുത്ത് എൻ്റെ അഡ്വക്കേറ്റ്സ് പറയുന്നു കേസ് നിൽക്കില്ല, കാരണം ഇത് യാതൊരു എവിഡൻസും ഇല്ല. നമ്മൾ ആളുകളെ പരിചയപ്പെടുത്തുക എന്ന ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇങ്ങനൊരു വലിയ സഹനത്തിൽ വീഴാൻ കാരണമായ ഒരു ധനകാര്യ സ്ഥാപനമാണ്. അതിൻ്റെ ഡേ ടു ഡേ ലൈഫായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അവരുടെ പണമിടപാടുകളായിട്ട് യാതൊരു ബന്ധം ഞാൻ പുലർത്തിയിട്ടില്ല. ഞാൻ അവിടുന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ലാഭം കൈപ്പറ്റിയിട്ടില്ല. എനിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിനല്ല, അത് ഒരു വലിയ തുകയുടെ, അതായത് എൻ്റെ അധ്വാനം, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത ബിസിനസ്, ഡയറക്റ്റ് ഞാൻ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ്, എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം, ഇതൊക്കെ വലിയൊരു തുകയാണ്. ഇതൊക്കെ നഷ്ടപ്പെടുക മാത്രമല്ല, വാദി പ്രതിയാകുന്ന അവസ്ഥകൾ ഉണ്ടാവുകയാണ്. അങ്ങനെ ഞാൻ കേസുകളിൽപ്പെട്ട സമയത്ത് ആദ്യം നമുക്കറിയാം, കേസുണ്ടായാൽ ആദ്യം നമ്മളതിന് ബെയിലെടുക്കണം. ബെയിൽ എടുത്തതിന് ശേഷമാണ് നമ്മുടെ അഡ്വക്കേറ്റ്സ് കോടതിയിൽ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കുക. അപ്പോൾ ഒരു കേസ് വന്നാൽ ആദ്യം അതിൻ്റെ നിയമപരമായിട്ടുള്ള നടപടി എന്ന് പറഞ്ഞാൽ ജാമ്യം നേടുക എന്നുള്ളതാണ്. ജാമ്യം നേടണമെങ്കിൽ നമുക്ക് 2 ജാമ്യക്കാർ വേണം. അങ്ങനെ എനിക്ക് വളരെ വിശ്വാസമുള്ള, ഏത് ഉറക്കത്തിലും ഞാൻ വിളിച്ച് സഹായം ചോദിച്ചാൽ എന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ള ചില വ്യക്തികളെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു ട്രാജഡി ഉണ്ടായിട്ടുണ്ട്, എനിക്ക് കോടതിയിൽ നിന്ന് ബെയിൽ വേണം, അതുകൊണ്ട് ശരി സഹകരിക്കാം, വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബെയില് എടുക്കേണ്ട ദിവസത്തിൻ്റെ തലേ ദിവസം എന്നെ അഡ്വക്കേറ്റ് വിളിക്കുന്നു. നാളെയാണ് ജാമ്യം എടുക്കേണ്ടത്. അപ്പോൾ 2 ജാമ്യക്കാരുടെ കരമടച്ച റെസീറ്റ്, നമ്മുടെ ലാൻഡ് ടാക്സിൻ്റെ റെസീറ്റുമായിട്ട് ആദ്യം അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് ഈ വക്കാലത്തെല്ലാം ഒപ്പിട്ട്, അതുപോലെ ഈ ജാമ്യം എടുക്കുന്ന ആളുകൾ അവരുടെ സൈൻ ചെയ്യണം. എന്നിട്ടാണ് ഡോക്യുമെൻറ്റ്സ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ മാത്രമേ ആ ബെയിലെടുക്കുന്ന പ്രോസസ്സ് പൂർത്തിയാവുക. അപ്പോൾ തലേ ദിവസം ഒരു ഈവനിങ് സമയത്ത് എന്നെ വിളിച്ച് പറയുന്നത്, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്നെ വിളിച്ച് പറയും, ഞാൻ ഉടനെ തന്നെ എനിക്ക് ജാമ്യം എടുക്കാൻ വരാമെന്ന് പറഞ്ഞ് ഒന്നാമത്തെ ആളെ വിളിച്ചു. ഒന്നാമത്തെ ആളെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ സോറി, എനിക്കതിന് കഴിയില്ല, കാരണം എൻ്റെ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻ്റ് ഞാൻ ബാങ്കിൽ പ്ലഡ്ജ് ചെയ്യാൻ പോവുകയാണ്, അതിനൊരു ലോൺ എടുക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ താങ്കൾ അതിൻ്റെ അടുത്ത് നേരത്തെ ഒന്ന് ഇൻഫോം ചെയ്യണ്ടേ ഈ കാര്യം. ഇത് നാളെയാണ് കോടതിയിൽ ജാമ്യം എടുക്കേണ്ട ദിവസം, ഇന്ന് 5 മണിക്ക് ഞാൻ വിളിക്കുമ്പോഴാണല്ലോ താങ്കൾ പറയുന്നത്. അപ്പോൾ ആൾ ഇങ്ങനെ ഞരങ്ങാൻ തുടങ്ങി. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സഹായസ്ഥ അറിയാം. അപ്പം ഓക്കെ, ഞാനാകെ ബേജാറായി. കാരണം നാളെ ജാമ്യം എടുത്തില്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടായേക്കാം, നമ്മൾ റിമാൻഡിൽ പോയേക്കാം, അത് വലിയ ട്രാജഡി ആയിരിക്കാം. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ മീഡിയ വർക്കറാണ്. ഒരു മീഡിയ വർക്കറെ ഇങ്ങനൊരു ചീറ്റിംഗ് കേസിൽപ്പെട്ട് റിമാൻഡ് ആവുമെന്ന് പറഞ്ഞാൽ അതിന് വലിയ ന്യൂസ് വാല്യൂ ഉണ്ടാവും. നമ്മുടെ ഒരു ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ വക്കീലിൻ്റെ അടുത്ത് വീണ്ടും തിരിച്ചു വിളിച്ചു പറഞ്ഞു, വക്കീൽ ഇങ്ങനെയാണ് കാര്യം, ജാമ്യം എടുക്കാമെന്ന് പറഞ്ഞ ഒരാൾ പിൻവാങ്ങിയിരിക്കുകയാണ്, അപ്പോൾ എന്താണ് അതിൻ്റെ അടുത്തൊരു സൊല്യൂഷൻ എന്താണ്? അദ്ദേഹം പറഞ്ഞു, ട്രാജഡി തന്നെയാണെങ്കിൽ നമുക്ക് കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം, കേസ് നീട്ടി വയ്ക്കാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം രാവിലെ
നെക്സ്റ്റ് ഡേ അദ്ദേഹം കോടതിയിൽ വീണ്ടും കേസ് പോസ്റ്റ്പോൺ ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തി അദ്ദേഹം എൻ്റെ കൂടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ജാമ്യം എടുക്കുകയാണ്. അന്ന് എനിക്ക് ഈ സങ്കീർത്തനം 118 8-9 വാക്യം എനിക്കറിയില്ല. വാസ്തവത്തിൽ അത് വല്ലാത്തൊരു വേദനയും ദുഃഖമായിട്ട് മാറി. കാരണം നമ്മെ യാതൊരു മുൻവിധിയില്ലാതെ 100% കണ്ണടച്ച് എൻ്റെ കൂടെ നിൽക്കും, എന്നെ സഹായിക്കുമെന്ന് കരുതി എനിക്ക് വളരെ എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അത്രയും നിയറസ്റ്റ് ആയിട്ടൊരു വ്യക്തിയാണ് ഇങ്ങനെ എന്നെ നിഷ്കരണം തള്ളിക്കളഞ്ഞത്. വല്ലാത്ത വേദനയോടുകൂടി ഞാൻ ജീസസിൻ്റെ അടുത്ത് വെച്ചു, ജീസസ് വൈ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് മനുഷ്യർ എന്നെ തള്ളിക്കളയുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ നന്മ ചെയ്ത മനുഷ്യരെ എനിക്ക് തിന്മ തരുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത മനുഷ്യർ എനിക്കൊരു സഹായം തരാതെ എന്നെ തള്ളിക്കളയുന്നത്? അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഭൂമിയിലൊരു 33 വർഷക്കാലം ഭൂമിയിലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പേർക്ക് നന്മ ചെയ്തു. ആരെങ്കിലും എനിക്ക് തിരിച്ച് നന്മ ചെയ്തു? എല്ലാവരും എന്നെ പരിത്യജിച്ചില്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച പീറ്റർ പോലും, ഞാൻ സ്ഥാപിച്ച സഭയുടെ ആദ്യത്തെ പോപ്പായിട്ട് ഞാൻ നിയമിച്ച വ്യക്തിയാണ് ഈ പീറ്റർ. ആ പീറ്റർ പോലും മിസ്റ്റർ ബാബു കോട്ടയ്ക്കൽ, താങ്കൾക്കറിയാലോ, ഈ അന്റോണിയോ ഫോർട്ടിൽ വെച്ച് എൻ്റെ ട്രയൽ കിടക്കുകയാണ്. എൻ്റെ ട്രയൽ നടക്കുമ്പോൾ അവിടെ 3-4 ജഡ്ജിമാരുണ്ട്. ഹെറോദുണ്ട്, പോന്തിയോസ് പൈലേറ്റ്, അതുപോലെ തന്നെ അന്നാസുണ്ട്, കയ്യഫാസുണ്ട്, ചീഫ് പ്രീസ്റ്റാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കോടതികളിൽ എന്നെ മാറി ട്രയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചവർ, എൻ്റെ കൂടെ യാത്ര ചെയ്തവർ, എൻ്റെ കൂടെ ഉറങ്ങിയവർ, ഞാൻ സൗഖ്യം നൽകിയവർ, എൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ പോലും സൗഖ്യം ലഭിച്ചവർ, ഞാൻ ഒരു ട്രാജഡി വരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കും, എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുമെന്ന് കരുതിയ മനുഷ്യർ ഒരാളെയും കാണുന്നില്ല. പീറ്ററിനെ കണ്ടു. പക്ഷെ പീറ്റർ, ഞാൻ നോക്കുമ്പോൾ പീറ്റർ എന്നെ തള്ളിപ്പറയാണ്. ഞാൻ ഇയാളെ അറിയില്ല, ഞാൻ ഇയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ ജീസസ് എന്ന് പറയുന്ന ഈ മനുഷ്യനായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അയാൾ ഞാൻ കണ്ടിട്ട് പോലുമില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല, നാടൻ ഭാഷ പറഞ്ഞാൽ ഞാൻ മാവിലായിക്കാരനാണ്, ഞാൻ തൃശ്ശൂർക്കാരനല്ല എന്നാണ് പീറ്റർ പറയുന്നത്. അപ്പം പിന്നെ ബാബു കോട്ടയ്ക്കലിനെ തള്ളിക്കളഞ്ഞതിൽ എന്തെങ്കിലും അതിശയിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു, സോറി ജീസസ്, ഓക്കെ, എനിക്കതിൻ്റെ ഒരു സയൻസ് മനസ്സിലായി, റിജക്ഷൻ്റെ ഒരു സയൻസ്. ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം, ഈ ജനസിസ് മുതൽ റെവല്യൂഷൻ വരെ റിജക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെഫ്യൂസിങ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ്, ദ സയൻസ് ഓഫ് റിജക്ഷൻ ഓർ ദി സയൻസ് ഓഫ് റെഫ്യൂസിങ്. അപ്പോൾ റിജക്ഷൻ എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ, ബഹിഷ്കരണത്തിൻ്റെ പിന്നിൽ, നമ്മളെ ഉപേക്ഷിച്ച് കളയുന്നതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്, ഒരു സയൻസ് ഉണ്ട്. ഞാൻ ചോദിച്ചു, ജീസസ് എന്താണത്? അപ്പോൾ ആൾ പറഞ്ഞു, നീ ബൈബിള് പഠിക്കും. അങ്ങനെ ബൈബിളിൽ ഇങ്ങനെ പരതാണ്, ഒരു വാലൻ മൂട്ടയെ പോലെ, നമ്മുടെ പുറത്തിൽ കുഞ്ഞത്തുള്ള മുമ്പ് എഴുതിയില്ലേ, വാലൻ മൂട്ടയെ പോലെ ഇങ്ങനെ പുസ്തകം കരണ്ട് തിന്നുകയാണ്. ചുണ്ടനിലെ പോലെ ഇങ്ങനെ പുസ്തകം കരണ്ട് തിന്നുന്നു, വാലൻ മൂട്ടയെ പോലെ പുസ്തകത്തിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കുന്നു എന്നാണ് കുഞ്ഞബ്ദുള്ള ഒരിക്കൽ എഴുതിയത്. ഞങ്ങളൊക്കെ കുഞ്ഞിക്കാന്ന് വിളിക്കുന്ന മനുഷ്യനാണ്, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞൊരു ചുണ്ടനെലിയെ പോലെ ഇങ്ങനെ ബൈബിള് കറണ്ട് തിന്നാൻ തുടങ്ങി. ഒരു വാലൻ മൂട്ടയെ പോലെ ബൈബിളിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോഴാണ് കിങ് ഡേവിഡ് എഴുതിയ ഈ 150 സങ്കീർത്തനങ്ങൾ. അസാധാരണമായൊരു എനർജിയാണ് അതിനകത്തുള്ളത്, ഒരു ഡിവൈൻ എനർജിയാണ് അത്. അല്ലാത്തൊരു വാസ്തവത്തിൽ എനിക്ക് ജീസസിൻ്റെ ഈ ഗോസ്പൽസിനേക്കാളും എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് കിങ് ഡേവിഡിൻ്റെ ഈ സാംസാണ്, സങ്കീർത്തനങ്ങൾ. അതിലെ മനുഷ്യ ജീവിതത്തിലെ മുഴുവൻ സങ്കടങ്ങളും വേദനകളും ക്രോധ മോഹ വികാരങ്ങളും മുഴുവൻ അതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട്.
118 സങ്കീർത്തനം വരുമ്പോൾ അതിങ്ങനെ പഠിക്കുകയാണ്. അതിൽ 8-9 വാക്യങ്ങൾ പറയാണ്, മനുഷ്യരിലല്ല നീ ആശ്രയിക്കേണ്ടത്. നിനക്ക് ജാമ്യമെടുക്കാൻ വേണ്ടി നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ മനുഷ്യരിൽ നീ ആശ്രയിക്കരുത്. അവൻ നിന്നെ തള്ളിക്കളയും, അവൻ നിന്നെ ചതിക്കും, അവൻ നിന്നെ വഞ്ചിക്കും. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. കാരണം മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണല്ലോ. മണ്ണിൻ്റെ പ്രത്യേകത നമുക്കറിയാം. മണ്ണിൽ വെള്ളം വീണ് ഒരു ദിവസം കഴിഞ്ഞാൽ ആ മണ്ണിൽ വെള്ളം വീണ മണ്ണ് പഴുത്ത് അത് ചെളിയായിട്ട് മാറും. ചെളി വീണ്ടും ഒരു ദിവസം കഴിഞ്ഞാൽ അതിനകത്ത് ദുർഗന്ധം വമിക്കും. അതാണ് മണ്ണിൻ്റെ പ്രത്യേകത. അപ്പം മനുഷ്യൻ്റെ ശരീരം നിർമ്മിച്ച മണ്ണിൽ നിന്നാണ്. മണ്ണിന് നമ്മുടെ ലാറ്റിൻ ഭാഷയിൽ ഹ്യൂമസ് എന്നാണ് പറയുന്നത്. ഹ്യൂമസ്. ആ ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ സോയിൽ എന്നാണ്, മണ്ണെന്നാണ്. അപ്പം പുരാതന ഗ്രീക്ക് ദാർശനികന്മാർ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു, ഹ്യൂമസ് ആകുന്ന മണ്ണ്, അതിൽ നിന്നാണ് ഹ്യൂമൻ ബീയിങ് ഉണ്ടാകുന്നത്. മണ്ണിൽ നിന്ന് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നു. എന്നിട്ട് അവന് ജീവൻ പകർന്നു നൽകുകയാണ്. ദൈവമാണ് ജീവൻ. ആ ദൈവത്തിൻ്റെ ജീവനാവുന്ന ആത്മാവിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യന് പകർന്നു കൊടുത്ത് അവനങ്ങനെ ജീവനുള്ള മനുഷ്യനായിത്തീരുന്നു. അപ്പോൾ ഹ്യൂമസ് ടു ഹ്യൂമൻ ബീയിങ്, അതാണ്. ഹ്യൂമസിൽ നിന്നാണ് ഹ്യൂമൻ ബീയിങ് ഉണ്ടാകുന്നത്. സോയിൽ നിന്നാണ് സോൾ ഉണ്ടാകുന്നത്. സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ്, സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ്. അപ്പം മണ്ണുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം മനുഷ്യൻ്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ചെളിയുടെ നേച്ചറാണ്, ദുർഗന്ധത്തിൻ്റെ നേച്ചറാണ്. ഒരു മനുഷ്യൻ, ഞാൻ നന്മ ചെയ്തൊരു മനുഷ്യൻ എനിക്ക് തിന്മ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു. തിന്മയുടെ, വഞ്ചനയുടെ, നന്ദികേടിൻ്റെ ദുർഗന്ധം വമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് ഒരു നന്മ ചെയ്യുകയാണ്, ഞാൻ അതേ അളവിൽ നിങ്ങൾക്ക് തിന്മ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാബു കോട്ടയ്ക്കൽ എന്ന് പറയുന്ന എൻ്റെ ഉള്ളിൽ നിന്ന് തിന്മയുടെ ദുർഗന്ധം പുറത്തു വരുന്നു. ഞാൻ തിന്മയായിട്ട് മാറുന്നു, ഞാൻ ചെളിയായിട്ട് മാറുന്നു. സാന്ദർഭികമായിട്ട് പറയാം, നന്ദികേടാണ് ദൈവത്തിന് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ദൈവത്തിന് ഒട്ടും പൊറുക്കാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട്, അത് അഹങ്കാരമാണ്. സങ്കീർത്തനത്തിൻ്റെ തന്നെ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം പറയാണ്, അഹങ്കാരികൾ എൻ്റെ കൺമുമ്പിൽ നിൽക്കുകയില്ലെന്നാണ് പറയുന്നത്. അഹങ്കാരം ദൈവത്തിന് ഒട്ടും പൊറുക്കാൻ പറ്റില്ല. കാരണം എന്തിനാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നത്? നമ്മുടെ ബിരുദങ്ങൾ, നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ ഡിഗ്നിറ്റി, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ പൊസിഷൻസ്, ഇതൊക്കെയാണ് അഹങ്കരിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഗിഫ്റ്റല്ലേ. എന്തിനഹങ്കരിക്കുന്നു? ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് ഈ മിനിസ്ട്രി എങ്കിൽ, ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് ഈ വിശ്രമെങ്കിൽ അഹങ്കരിക്കാൻ ആരാണ്? അപ്പോൾ അഹങ്കാരം ദൈവം ഒട്ടും പൊറുക്കാത്തതാണ്. പക്ഷെ നന്ദികേട് ദൈവത്തെ വേദനിപ്പിക്കുകയാണ്. സാന്ദർഭികമായിട്ട് പറയുകയാണ്, ഇവിടെ ജീസസ്, പുതിയ നിയമത്തിൽ ജീസസ് കുറേ ബ്ലൈൻഡായിട്ടുള്ള ആളുകൾക്ക് ഹീലിംഗ് കൊടുക്കുകയാണ്. അവർ 8-10 പേരുണ്ട്. അവർ ഈ കാഴ്ച ഇല്ലാത്തവർക്ക് കാഴ്ച കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു 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 ആനന്ദമുണ്ടല്ലോ. ഇവർ ഈ ആനന്ദം കൊണ്ട് മതി പറഞ്ഞവർ തുള്ളിച്ചാടി മുന്നോട്ട് പോവുക. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ജീസസ് നോക്കി നിൽക്കുകയാണ്. മനുഷ്യന് എങ്ങനെയാണ് അവൻ്റെ ഒരു മാനറിസം. ഇങ്ങനെ ഹീലിംഗ് കിട്ടിയ മനുഷ്യനെ തുള്ളിച്ചാടി മുന്നോട്ട് പോകുമ്പോൾ ജീസസ് പുറകിൽ കൈകിട്ട് നോക്കി നിൽക്കുക. ഇവര് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു വന്ന് ജീസസ് താങ്ക് യു എന്ന് പറയുമ്പോൾ എന്ന് കരുതിയിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഒരു വിദ്വാൻ തിരിച്ചു വന്നു, ജീസസ് സോറി, ഞാൻ അങ്ങയോട് നന്ദി പോലും പറയാൻ വിട്ടുപോയി. ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ ജീസസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ, എടോ ബാക്കിയുള്ളവർ എവിടെ പോയി? അവർ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അവർക്കൊരു നന്ദി പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞില്ലേ? അവിടെ ദൈവം നമ്മെ ശപിക്കുമെന്നില്ല, പക്ഷെ ദൈവത്തിൻ്റെ ഉള്ളു വേദനിക്കും. ഇല്ല, നമ്മളങ്ങനെയല്ലേ? നമ്മൾ കുറേ മനുഷ്യർക്ക് വേണ്ടി, ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ അടുത്ത് നിരവധി മനുഷ്യർ പ്രാർത്ഥിക്കാൻ വിളിക്കും.
ബാബു ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഏട്ട ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇന്ന വ്യക്തി ഇങ്ങനെ ഇന്നൊരു കാര്യം പറഞ്ഞ് വിളിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. അപ്പോൾ ചിലപ്പോഴും നമ്മൾ അവരോട് റിവീൽ ചെയ്യും, ഇന്നൊരു കാര്യമുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് റെക്ടിഫൈ ചെയ്യണം അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യണം. അപ്പോൾ അവരത് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു ടെസ്റ്റ് മണി പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ വന്ന് താങ്കൾ പറയുന്ന സ്ഥലത്ത് വന്ന് ഞാൻ ടെസ്റ്റ് മണി ചെയ്യാം. അങ്ങനെ മനുഷ്യർക്ക് ഹീലിംഗ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മിറാക്കിൾ സംഭവിക്കുന്നു. അങ്ങനെയുണ്ട്. നമ്മൾ രോഗം മാറുന്നു, ജോലി കിട്ടുന്നു. എത്രയോ മനുഷ്യർ കഴിഞ്ഞ 8-9 വർഷങ്ങൾക്കുള്ളിൽ എത്രയോ മനുഷ്യർക്കാണ് ഇങ്ങനെ ഈ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. നമ്മളതൊരു ടൂള് മാത്രമാണ്. ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം മാത്രമാണ് പ്രോഫറ്റ് എന്ന് പറയുന്നത്. ഒരു ഇവാഞ്ചലിസ്റ്റ്, ഒരു പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം വിളിച്ചു പറയുന്നവൻ മാത്രമാണ്. നമുക്ക് അങ്ങനെ യാതൊരു മഹത്വമില്ല. പീറ്റർ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിന് ഞങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു? ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല. മരക്കുരിശിൽ തൂങ്ങി മരിച്ച് 3-ാം ദിവസം റീസറക്റ്റ് ചെയ്ത ഒരുവരുണ്ടല്ലോ, ജീസസ്. അവൻ്റെ ആത്മാവാണ് നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നത്. അത് ഞങ്ങളല്ല. ഞങ്ങൾ സാധാരണ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. പക്ഷെ അവർ ചില മനുഷ്യരെ നമ്മൾ വിളിച്ച് പറയും, ബാബു ഓക്കെ ഞങ്ങൾക്ക് ഇന്ന കാര്യം നടന്നു കിട്ടും. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നോടല്ല നന്ദി പറയേണ്ടത്, നിങ്ങൾ ദൈവത്തോട് നന്ദി പറയും. എവിടെയെങ്കിലും അത് ടെസ്റ്റ് മണി പറയാൻ പറ്റുമെങ്കിലും ഓക്കെ. കുറേ മനുഷ്യരെ അങ്ങനെ ടെസ്റ്റ് മണി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വരികയാണ്, ഒരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫാമിലി, ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിലുള്ള ആ ഒരു ഫാമിലി, അവരവിടെ ശരിക്കും ആ നാട്ടുകാരല്ല, ഒരു പുറമേ നിന്നൊരു സ്ഥലത്ത് താമസിക്കുന്നവരാണ്. എൻ്റെ അപ്പായുടെയൊക്കെ ഫ്രണ്ടാണ്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ അവരുടെ മിസ്സസ് ആൻഡ് മിസ്റ്ററായിട്ട് ഭയങ്കര വഴക്കും ശണ്ടയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ജീസസ് പറഞ്ഞു, ഇനി അവരോട് സംസാരിക്കും. എന്നേക്കാൾ സീനിയേഴ്സാണ്. ഇപ്പോഴല്ല 8 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. സംസാരിച്ചു. നോക്കുമ്പോൾ ഇവരുടെ മാരിഡ് ലൈഫ് വളരെ വളരെ മോശമാണ്. ഇവർ 2 ധ്രുവങ്ങളിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മിസ്സസ് ആൻഡ് മിസ്റ്റർ രണ്ടുപേരും ഹെൽത്തിയാണ്. അപ്പോൾ ഇവർക്ക് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. രണ്ടുപേരുടെ ഈഗോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹം നന്നായിട്ട് മദ്യം കഴിക്കുന്നൊരു മനുഷ്യനാണ്, ഈ മിസ്റ്റർ എന്ന് ഹസ്ബൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സംസാരിച്ചു, ഒരു കൗൺസിലിംഗ് സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വീക്ക്നെസ്സുകൾ മനസ്സിലാവുന്നു. പിന്നെ മിസ്സസിനോട് സംസാരിക്കുന്നു, അവരുടെ വീക്ക്നെസ് മനസ്സിലാവുന്നു. അവരുടെ മകന് ഒരു വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വിസ റെഡിയാവുന്നില്ല. എല്ലാ അറ്റംപ്റ്റും പരാജയപ്പെട്ടു പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. ഒരു വീട്ടിൽ 2ആയിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ആ മിസ്സസ് അവർ കുറേ കൂടെ ഹെൽത്തിയാണ്, അവർ കുറേ കൂടെ റൊമാൻറ്റിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു സഹോദര, നിങ്ങൾ 2 പേരും ഇന്ന് നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ കിടക്കണം. നിങ്ങൾ വീണ്ടും ഭാര്യ ഭർത്താക്കന്മാരോട് ജീവിക്കണം. അങ്ങനെ അവർ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ മദ്യപാനം ക്ഷമിക്കാൻ പറഞ്ഞു. മദ്യപാനം അദ്ദേഹം മിസ്സസ് ക്ഷമിക്കുന്നു. ഇദ്ദേഹം കുറേ കൂടെ വൃത്തിയും വെടിപ്പിലൊക്കെ ജീവിക്കുന്നു. അങ്ങനെ ഇവർ ഒരുമിച്ച് ഒരു മുറിയിൽ ഉറങ്ങുന്നു. ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദാമ്പത്യ ജീവിതത്തിലെ നന്മകൾ എല്ലാ അർത്ഥത്തിലും തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെ ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മിസ്സസും മിസ്റ്റർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനു പറയുന്നു, ഒരു മാസം തികഞ്ഞതിന് മുൻപ് തന്നെ ഇവരുടെ മകൻ്റെ വിസ, വിദേശത്ത് ഒരു ഗൾഫ് രാജ്യത്തേക്ക് ഉള്ള വിസ റെഡിയായിട്ട് വന്നു. അന്ന് ഞാനിവിടെ തൃശ്ശൂർ നഗരത്തിനോട് ചേർന്നുള്ള ഒരു റിട്രീറ്റ് സെൻറ്ററിൽ ഒരു ചെറിയ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. ആളുകളെ കൂട്ടിക്കൊണ്ടു പോവുക, ഇങ്ങനെ ടെസ്റ്റ് മണി പറയിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു മിനിസ്ട്രി ചെയ്യുകയാണ്. പിന്നെ അവരുടെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ചില എഡിറ്റോറിയൽ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നു. എനിക്കായിട്ട് പാർട്ട് ടൈമായിട്ടൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ മകന് വിസ കിട്ടി. അവർ ആ ചെറുപ്പക്കാരൻ വിദേശത്ത് പോകുന്ന പയ്യനാണ്. വിദേശത്ത് പോകുന്നത് അവൻ്റെ ആദ്യത്തെ സാലറി വന്നപ്പോൾ അതിൽ നിന്ന് ദശാംശം എടുത്തുകൊണ്ട് ഞാൻ മിനിസ്റ്റർ ചെയ്തിരുന്ന ആ റിട്രീറ്റ് സെൻറ്ററിൽ വന്ന് ഒരു 10,000 ആളുകളുണ്ട്. ഒരു ഫ്രൈഡേ ആണ്. അവിടുത്തെ ഡയറക്ടറേറ്റിൻ്റെ അടുത്ത് പറഞ്ഞ് ആ മിസ്സസ്, ആ ലേഡി അവിടെ 5,000 പേരുടെ മുന്നിൽ സ്റ്റേജിൽ കയറുന്ന
ടെസ്റ്റിമണി പറയുകയാണ്. എങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭാര്യയും ഭർത്താവും പരസ്പരം ക്ഷമിച്ച് ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് പ്രാർത്ഥിച്ചു, ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ എൻ്റെ മകൻ്റെ വിദേശ ജോലിയുടെ തടസ്സങ്ങൾ മാറി, ശമ്പളം വന്നിരിക്കുന്നത് അതിൻ്റെ ദശാംശം ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് എന്ത് സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. ഞാനത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കുള്ള ആനന്ദത്തിന് കണക്കില്ലെന്ന് പറയാം. കാരണം ഒരു ഒരു ഫാമിലി, ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ ഒരു പ്രധാന അത്താണിയാണ് മൂത്ത മകൻ. മൂത്ത മകന് വിദേശത്തുള്ള ജോലി. പിന്നീട് അവർ വീടൊക്കെ പുതുക്കി പണിക്കാണ്, വീടൊക്കെ പുതുക്കി പണിതു. അപ്പോൾ അതിന് കല്യാണം കഴിച്ചു, മക്കളൊക്കെ ആയിക്കാണ്. അപ്പം ഞാനായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ അതിന് ഞാനൊരു നിമിത്തമായി തീരുകയാണ്, ഒരു ഉപകരണമായി തീരുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ നന്ദി അവിടെ പ്രകാശിപ്പിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. അപ്പം നമുക്കുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ എത്രയോ ആയിരക്കണക്കിന് മടങ്ങായിരിക്കും ദൈവത്തിന് സന്തോഷം. ദൈവത്തിന് നമ്മുടെ നേർച്ച കാഴ്ചയുള്ള വഴിപാടുകളൊന്നും ആവശ്യമില്ല. നമ്മുടെ മെഴുതിരി കത്തിക്കലോ അല്ലെങ്കിൽ നമ്മുടെ പുഷ്പാഞ്ജലി, ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യം 51-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം പറയാണ്, ദൈവത്തിന് ആവശ്യം നമ്മുടെ ഉരുകിയ മനസ്സാണ്. ദൈവത്തോടുള്ള നന്ദി മാത്രമാണ് ദൈവത്തിന് ആവശ്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മളെ ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട്. ആ ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ മനസ്സ് വേദനിക്കുന്നത്. ഇപ്പം മനുഷ്യൻ ചെയ്ത നന്മകൾക്ക് ഒരു പ്രത്യുപകാരം ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരു വല്ലാത്തൊരു സങ്കീർണ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഒരു സഹായം ചെയ്യാൻ നമ്മൾ വിസമ്മതിക്കുമ്പോൾ അയാളുടെ വേദന എത്ര വലുതായിരിക്കും. ആ വേദന എന്നെ ജീസസ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത, ഇങ്ങനെ ഒരു പഠനം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞത്. എന്താണ്? മനുഷ്യരിൽ ആശ്രയിക്കരുത്. ഡിപ്പെൻസ് ഇൻ ഓൾമൈറ്റി, ഡിപ്പെൻസ് ഇൻ ഓൺലി ഓൾമൈറ്റി. സർവശക്തരിൽ മാത്രം ആശ്രയിക്കുക, നോട്ട് ഇൻ മോർട്ടൽസ്. മനുഷ്യരിൽ ആശ്രയിക്കരുത്. മനുഷ്യരിൽ ആശ്രയിച്ചാൽ, മനുഷ്യൻ്റെ നന്ദി നീ പ്രതീക്ഷിച്ചാൽ നിനക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് ദുഃഖിക്കേണ്ടി വരും, നമുക്ക് നിരാശപ്പെടേണ്ടി വരും. മനുഷ്യനെ ആശ്രയിച്ചവർക്ക് നിരാശപ്പെട്ടിട്ടുണ്ട്. മനുഷ്യരാരെങ്കിലും എന്നെ രക്ഷിക്കും, എന്നെ സഹായിക്കും, എന്നെ ഉയർത്തുമെന്ന് ചിന്തിച്ചവർക്കൊക്കെ ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു സംശയമില്ല. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്, ഒരു സാർവലൈംഗിക സത്യമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ എന്നെ വേദനിപ്പിച്ച മനുഷ്യർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ദൈവമേ അവരോട് പൊറുക്കണമേ. ജീസസ് സാധാരണ ലൂക്ക 23-ാമത്തെ അധ്യായത്തിൽ, ലൂക്ക സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ജീസസിനെ അദ്ദേഹം ക്രോസിൽ കിടക്കുകയാണ്, അദ്ദേഹത്തിനെ ക്രൂസിഫൈ ചെയ്യുന്ന റോമൻ ആർമി ഇവരോട് പൊറുക്കണമെന്നാണ് പറയുന്നത്. ഇവരറിയുന്നില്ല ഇവരാരെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത്, ഇവരാരെയാണ് ഈ മർദ്ദിക്കുന്നത്, ആരെയാണ് ക്രൂസിഫൈ ചെയ്യുന്നത്, ഇവരറിയുന്നില്ല. ഇത് ഇവർക്ക് ജന്മം നൽകിയ ദൈവമാണ്. അദ്ദേഹം ആകെ ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു കേവല മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞു. നിങ്ങൾ പാവം ഉപേക്ഷിക്കണം, നിങ്ങൾക്ക് മരണമുണ്ട്, അതായത് നിങ്ങൾക്കൊരു നിത്യജീവൻ കരസ്ഥമാക്കണം, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നന്നായി ജീവിക്കണം. ഇത് പറഞ്ഞു കൊടുത്തതിനാണ് മനുഷ്യർ ജീസസിനെ ക്രൂസിഫൈ ചെയ്യുന്നത്. നന്മ ചെയ്തവർക്കെതിരെ തിന്മ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് ഭൂമിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു അലിഖിത നിയമമാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് പറയണത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യനിൽ നീ നന്മ ചെയ്തൊരു മനുഷ്യൻ നിനക്കൊരു പ്രത്യുപകാരം ചെയ്യുമെന്നോ, നീ സഹായിച്ച മനുഷ്യൻ നന്ദി പ്രകാശിപ്പിക്കുമെന്നോ നീ ചിന്തിക്കരുത്. ഇപ്പോഴുണ്ട് നമ്മൾ മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ ദിവസങ്ങളോ ഒക്കെ പ്രാർത്ഥിച്ചിട്ട് ദൈവിക നന്മ സ്വീകരിച്ചവർ നമ്മളെ ഒന്ന് വിളിച്ച്, ഒരു ടെലിഫോണിൽ പോലും വിളിച്ച്, ബാബു അല്ലെങ്കിൽ ഫ്രണ്ട്, സുഹൃത്ത്, ബ്രദർ, അതാ കാര്യം നടന്നിരിക്കുന്നു, എനിക്കൊരു നന്മയുണ്ടായിരിക്കുന്നു എന്ന് പറയാത്ത മനുഷ്യരിപ്പോഴും ഉണ്ട്. എനിക്ക് വലിയ ദുഃഖം തോന്നാറുണ്ട്. ഞാൻ ദുഃഖത്തോടെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അവർ നഷ്ടപ്പെട്ടു പോകാതെ നീ അവരുടെ കരുണ കാണിക്കണമേ. പീറ്ററിന് വേണ്ടി ജീസസ് പ്രാർത്ഥിക്കുകയായിരുന്നു.
കാരണം പീറ്ററിനെ കുറിച്ച് ജീസസിന് ഒരു പ്ലാനുണ്ട്. ജീസസിൻ്റെ ചർച്ചിൻ്റെ ആദ്യത്തെ ഒരു പോപ്പായിട്ട് പീറ്ററിനെയാണ് ജീസസ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പീറ്റർ ഇങ്ങനെ ഒരു ഷെയ്ക്കിംഗ് മെൻറ്റാലിറ്റി നടക്കില്ലല്ലോ. അപ്പോൾ ജീസസ് തൻ്റെ അപ്പായോട് പ്രാർത്ഥിക്കുകയാണ്, ഈ പീറ്ററിൻ്റെ ഉള്ളിലെ എല്ലാ തിന്മകളും ഈ നന്ദികേടുകളും അവിശ്വസ്തതയും ഒക്കെ മാറ്റിക്കളഞ്ഞ് ജീസസിനെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഫെയ്ത്തുള്ളൊരു മനുഷ്യനാക്കി മാറ്റണമെന്ന്. അപ്പോൾ എന്നോട് ഇങ്ങനെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ട് ദൈവത്തോട് പറയുന്നതോട് എനിക്കറിയില്ല. അപ്പം നമ്മളെ ഒന്ന് പറയാം, ഞാൻ അവർക്കിട്ട് പ്രാർത്ഥിക്കുന്നത്, ഇനി അവർ ഉപേക്ഷിച്ച് കളയരുത്. അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഒരു ടെസ്റ്റ് മണി പറയാനുള്ള വിവേകം അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 118:8-9 ദൈവത്തിൽ ആശ്രയിക്കരുത്. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യർ നമ്മളിങ്ങനെ പരിത്യജിക്കുന്നത്, നന്മ ചെയ്തവരെ നമുക്ക് തിന്മ ചെയ്യുന്നത്, നമ്മെ വേദനിപ്പിക്കുന്നത്? അപ്പോൾ എന്താണെന്നറിയൂ, അതിൻ്റെ 118-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം പറയാണ്, ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടെ തന്നെ മോചിപ്പിച്ചു. ദുരിതങ്ങളിൽ അകപ്പെട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദൈവത്തെ വിളിക്കുമോ? കേസുകൾ വന്നില്ലായിരുന്നെങ്കിൽ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് തകർന്നു പോയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ല സമയത്ത് തന്നെ 25-30 വയസ്സിനുള്ളിൽ കല്യാണമൊക്കെ നടന്ന് കുട്ടികളൊക്കെ ആയി നല്ല വീടൊക്കെ വെച്ചു വളരെ സെറ്റിൽഡായ ഒരു ലൈഫ് നയിക്കുന്ന ഒരു വ്യക്തി, ഒരു കുടുംബം ദൈവത്തെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ദേ ആർ ഓൾറെഡി സെറ്റിൽഡ്. അവർക്ക് പ്രകടമായി ദൈവത്തെ വിളിക്കേണ്ട കാര്യമില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ആരുടെയും സഹായം ആവശ്യമില്ല. എപ്പോഴാണ് നമുക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടി വരുന്നത്? നമ്മൾ ട്രബിൾസിൽ പെടുമ്പോഴാണ്. നമ്മുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ നിറച്ചു വെച്ച ഗ്ലാസ്സിൽ വെള്ളം തട്ടി താഴെ വീണ് ചിന്നിച്ചിതറി ഉടഞ്ഞു പോകുന്നത് പോലെയാണ് മറ്റ് ജീവിതം. ഏത് സമയത്തും അത് ഉടഞ്ഞു പോകാം, അപ്രതീക്ഷിതമായിട്ടാണ്. ഞാൻ ഒരു വളരെ ഹൈറ്റ്സിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. 30 വയസ്സിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഒരു ഭരണസമിതി അംഗമായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ് എന്നെ നിയമിച്ചതാണ്. 30 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്തുക്കൾ ചീഫ് മിനിസ്റ്റേഴ്സും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും യൂണിയൻ മിനിസ്റ്റേഴ്സും MP-മാർ, MLA-മാർ, ലോകപ്രശസ്തരായിട്ടുള്ള ചരിത്രകാരന്മാർ, വളരെ സീനിയർ മോസ്റ്റായിട്ടുള്ള പത്രപ്രവർത്തകർ, വളരെ പ്രഗത്ഭരായിട്ടുള്ള കോർപ്പറേറ്റ് മുതലാളിമാർ, ഇവരൊക്കെ അണ്ടർ 30 എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാനന്ന് മലബാറിൽ താമസിക്കുമ്പോൾ കോട്ടയ്ക്കൽ ഞാൻ താമസിച്ച വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു ഫങ്ഷൻസൊക്കെ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള റോഡിൽ നിറയെ IPS IAS ഉദ്യോഗസ്ഥന്മാരുടെ വാഹനങ്ങളാണ്, വലിയ നേതാക്കന്മാരുടെ വാഹനങ്ങളാണ്. എനിക്ക് അണ്ടർ 30 അങ്ങനെ വളരെ നിറയെ ശമ്പളം, അതുപോലെ ഉയർന്ന ബന്ധങ്ങൾ. അപ്പോൾ മനുഷ്യന് ദൈവത്തെ വിളിക്കേണ്ട കാര്യമില്ല. അവിടെ നിന്ന് ദൈവം എന്നെ വിളിച്ചു. അന്ന് ഞാൻ ജോലി ചെയ്യുന്ന ആ മീഡിയ ഹൗസിലൊരു വലിയ ഒരു ട്രാജഡി പൊട്ടിപ്പുറപ്പെടുക, വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ ആ സമയത്ത് അത് എന്നെയാണ് കോർണർ ചെയ്തത്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ദൈവം എന്നെ വിളിക്കുന്നതാണ് ഈ ട്രാജഡി എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം അന്ന് എനിക്കുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 5-8 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ദൈവം എന്നെ കൂടുതൽ ശക്തിയോടെ വിളിക്കുകയാണ്, ഷൗട്ട് വോയിസ്. അപ്പോൾ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിന് എന്നോട് എന്തോ പറയാനുണ്ട്. അങ്ങനെ ഞാൻ ഒരു 4 ദിവസം തൃശ്ശൂർ നഗരത്തിനടുത്തുള്ള ഒരു ജോർദാനിയ റിട്രീറ്റ് സെൻറ്റർ, ഞാൻ ആ ജോർദാനിയ റിട്രീറ്റ് സെൻറ്ററിൽ പോയിട്ട് 5 ദിവസം അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ഇങ്ങനെ അരുളപ്പാടുകൾ, വചനങ്ങൾ കേൾക്കുന്നു, അതിനെ ഹൃദയത്തിനകത്തോട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അതിനെ ദൈവത്തിൻ്റെ വചനങ്ങളും അരുളപ്പാടുകളും ദൈവത്തിൻ്റെ സന്ദേശങ്ങളും ഇങ്ങനെ നമ്മളൊരു ആലങ്കാരിക ഭാഷ, പത്രഭാഷയിൽ പറഞ്ഞാൽ ഒരു ചർവണം ചെയ്യുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ
ഈ ലൈഫിലുണ്ടായിട്ടുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ട്രാജഡികൾ, പരാജയങ്ങൾ, ഈ നന്ദികേടുകൾ, ഇതെല്ലാം ചില ദൈവത്തിൻ്റെ ചില പ്രത്യേക പ്ലാനിലേക്ക് എന്നെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഞാൻ സ്വയം ഉണ്ടാക്കിയ ചില പാത്രങ്ങളെ കൊണ്ട് കിടക്കുകയാണ്. ഇടങ്ങഴിക്കകത്ത് ഇറങ്ങില്ല എന്നൊരു നാടൻ പ്രയോഗമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഇടങ്ങഴിയുണ്ട്. ആ ഇടങ്ങഴിക്കകത്ത് ദൈവത്തിൻ്റെ ഇടങ്ങഴി ഇറങ്ങുന്നില്ല. അവിടെ ഒരു എന്താ പറയുക, ഒരു കോൺട്രഡിക്ഷൻ വരികയാണ്. അപ്പോൾ എന്ത് വേണം? എൻ്റെ ഇടങ്ങഴിയെ ചെറുതാക്കണം, അതിൻ്റെ വ്യാസം കുറയ്ക്കണം, അതിൻ്റെ ഹൈറ്റ് കുറയ്ക്കണം, വിഡ്ത്ത് കുറയ്ക്കണം. എങ്കിൽ മാത്രമേ ദൈവം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇടങ്ങഴിയുണ്ടല്ലോ, ഒരു പാത്രം, അതിനകത്തേക്ക് ഞാനാകുന്ന പാത്രത്തെ ഇറക്കി വയ്ക്കാൻ പറ്റും. പക്ഷെ കോൺട്രഡിക്ഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഞാൻ ആകുന്ന ഈ ഇടങ്ങഴിയെ ദൈവം ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് ഇറക്കി വെക്കണമെങ്കിൽ ഞാൻ ഒന്ന് ചുരുങ്ങണ്ടേ, ഒന്ന് ചെറുതാവണ്ടേ. ഞാനതിന് വില്ലിങ്ങല്ല, എനിക്കറിയില്ല. എനിക്ക് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ അറിഞ്ഞാലല്ല എനിക്ക് ചെറുതാവാൻ പറ്റുള്ളൂ. ഞാനല്ലാതെ ദൈവത്തിൻ്റെ മുന്നിൽ ജേക്കബിൻ്റെ പോലെ മസിൽ പിടിക്കാൻ പറ്റിയല്ലോ, എനിക്കതറിയില്ലായിരുന്നു. അപ്പോൾ എന്നെ എങ്ങനെ അറിയിക്കും? ഞാൻ പഠിച്ച പുസ്തകങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ലോകപരിചയമോ എൻ്റെ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസോ ഒന്നും അതുകൊണ്ടൊന്നും എനിക്ക് ദൈവത്തിൻ്റെ ഈ പ്ലാൻ അറിയില്ലല്ലോ. അപ്പോൾ എന്ത് വേണം? അതിനാണ് ദൈവം ചെയ്യുന്നത്. അങ്ങനെയുള്ള ദൈവം വിളിക്കുന്ന മനുഷ്യർ ഇവിടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ദൈവം വിളിക്കുന്ന മനുഷ്യരെ ദൈവം ഈ ആൾക്കൂട്ടത്തിൽ മാറ്റി നിർത്തും. ആൾക്കൂട്ടത്തിൽ മാറ്റി നിർത്തിയിട്ടാണ് ദൈവം സംസാരിക്കുക. അപ്പോൾ ഈ ഭൗതിക ജീവിതത്തിൻ്റെ ഈ ആൾക്കൂട്ടത്തിലും തിക്കിലും തിരക്കിലും ഈ വർണ്ണ ബഹളങ്ങളിൽ നിൽക്കുന്ന ബാബു കോട്ടയ്ക്കൽ എന്ന മനുഷ്യനോട് ദൈവം സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നെ സെപ്പറേറ്റ് ചെയ്യണം. ദൈവം നമ്മെ വിളിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം ആദ്യം ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ ഓഫീസിൽ നിന്ന്, നമ്മുടെ ജോലിയിൽ നിന്ന്, നമ്മുടെ സൗഹൃദങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. മുമ്പ് എല്ലാ ഞായറാഴ്ചകളിലും 2-3 സിനിമ ഇട്ടിരുന്ന ആളാണ് ഞാൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു വലിയ ഫാനായിരുന്നു. മിക്കവാറും എല്ലാ ദിവസങ്ങളും സെക്കൻഡ് ഷോയ്ക്ക് പോകും. കോഴിക്കോടായിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ കുറച്ച് കാലം ഒരു വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് എല്ലാ ദിവസവും സെക്കൻഡ് ഷോ ആണ്. തിരുവനന്തപുരത്ത് മുത്തൂറ്റിയാരുടെ ഡബിൾ തിയേറ്റർ, അവിടെ എല്ലാ ദിവസവും സെക്കൻഡ് ഷോ ആണ്. എറണാകുളത്ത് ജോലി ചെയ്യുമ്പോഴും എല്ലാ ദിവസവും സെക്കൻഡ് ഷോയ്ക്ക് പോകും. അപ്പോൾ മറ്റേത് തൃശ്ശൂർക്ക് വന്നപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും മോർണിംഗ് ഷോ, നൂൺ ഷോ മാറ്റി ഫിലിം എവിടെ ഉണ്ടെങ്കിലും ഇവിടുന്ന് തൃശ്ശൂർ ഷൊർണൂരൊക്കെ പോയിട്ട് ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടിയുടെ വലിയ ഫാനായിരുന്നു. അങ്ങനെ നിൽക്കുന്ന മനുഷ്യനോട് ദൈവം സംസാരിക്കാൻ പറ്റില്ല, മനസ്സിലാവട്ടെ. അപ്പോൾ അവർ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ലൈഫ് വേണം. നമ്മൾ സെൻറ്റ് പോളിൻ്റെ ഒരു ലൈഫ് പഠിക്കുമ്പോൾ അദ്ദേഹം ഡമാസ്കസിലേക്ക് പോവുകയാണ്. വലിയ പ്രമാണിയാണ്. ഡമാസ്കസിലേക്ക് പോകുന്നത് ജീസസിൻ്റെ വിശ്വാസത്തിലേക്ക് വന്ന മനുഷ്യരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അവരെ പെർസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ഈ പോളിന് ജീസസ് വിളിച്ച് മാറ്റി നിർത്തിയ മനുഷ്യനാണ്. പക്ഷെ പോളിന് കേൾക്കാൻ പറ്റുന്നില്ല, ഈ വിളി കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡമാസ്കസിലേക്ക് പോകുമ്പോഴാണ് കുതിരപ്പുറത്ത് ഈ പോളിന് അടികിട്ടി അദ്ദേഹം താഴെ വീഴാണ്. താഴെ വീണൊരു വലിയ ഒരു കലാമിറ്റി, ഒരു ട്രാജഡി ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത്, ആരാണ് എന്നെ വീഴ്ത്തിയത്? അപ്പോഴാണ് ജീസസ് പറയുന്നത്, ഞാനാണ്. എന്തിനാണ്? അപ്പോൾ നീ എന്നെയാണ് ഇതുവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. നീ ഇപ്പോൾ സെൻറ്റ് സ്റ്റീഫനെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൂട്ടുന്നല്ലോ. ചർച്ചിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്റ്റീഫനെ കല്ലെറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ യഹൂദ സംസ്കാരത്തിൽ ഒരാളെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ അയാളെ ലൂടാക്കിയിട്ട് അയാളുടെ ഡ്രസ്സ് വേറൊരാളെ കയ്യിൽ കൊടുക്കും. ആ ഡ്രസ്സ് വാങ്ങി പിടിക്കുന്ന ജോലിയായിരുന്നു പോളിന്. അതൊരു കൈയടിച്ച് കല്ലെറിയുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അപ്പം നീ പീഡിപ്പിച്ചത് എന്നെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പോളിനെ അടിച്ച് താഴെ ഇടുന്നത്. അങ്ങനെയാണ്, അതായത് പോളിനെ സെപ്പറേറ്റ് ചെയ്യുക. പോളിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ കൊളീഗ്സ് ഉണ്ടല്ലോ, സഹയാത്രികർ, അവർക്ക് ഒന്നും കാണാനും കേൾക്കാനും പറ്റുന്നില്ല. പോള് മാത്രം കേൾക്കുന്നത്. കാരണം എന്താ? അവരെ വിളിച്ചിട്ടില്ല, വിളിച്ച് പോളിനെയാണ്. അവരുടെ പോളടി കിട്ടിയത്.
അണ്ടപ്പോൾ താഴെ വീണത്. വിളിച്ച് ബാബു കോട്ടയ്ക്കലിനെയാണ്. ബാബു കോട്ടയിലെ വംശത്തിൽ ഒരാളും വിളിച്ചിട്ടില്ല വേറെ. ബാബു കോട്ടയ്ക്കലിൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും കൂടിയുള്ള മക്കളിൽ ആകെ വിളിച്ചത് ബാബു കോട്ടയ്ക്കൽ മാത്രമാണ്. ആ വംശത്തിൽ ബാബു കോട്ടയിൽ മാത്രമേ വിളിയുള്ളൂ. ആ വംശത്തിൽ വേറെ ആർക്കുമില്ല. അപ്പോൾ എന്ത് വേണം? ഈ വിളി കേൾക്കണമെങ്കിൽ ബാബു കോട്ടയ്ക്കലിനെ ഹിറ്റ് ചെയ്യണം, അടിക്കണം, താഴെ വെക്കണം. 10 നിലയുടെ മുകളിലിരിക്കുന്ന മനുഷ്യനെ താഴെ വീണില്ലെങ്കിൽ അവൻ ലോട്ട് വിളിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ പറ്റുന്നത്. അപ്പോൾ 118-ന്റെ 5-ാം വാക്യം, ഞാൻ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ മോചിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ്? കുറേ മനുഷ്യരോട് ഈ സുവിശേഷം പ്രസംഗിക്കാൻ, ഇങ്ങനെ വലിയ നന്ദികേടിൽപ്പെട്ട് കഴിയുന്നവർ, വലിയ നിയമവ്യവഹാരങ്ങളിൽപ്പെട്ട് കഴിയുന്നവർ, പരിത്യജിക്കപ്പെട്ടവർ, ബഹിഷ്കരിക്കപ്പെട്ടവർ, അനാഥർ, അഗതികൾ, നിരാശ്രയർ, നിരാലംബരായിട്ടുള്ള മനുഷ്യർ, ആരോരുമില്ലാത്തവർ, അങ്ങനെയുള്ള മനുഷ്യരോട് ഇങ്ങനെയുള്ള സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ എന്തു വേണം? ആ സുവിശേഷത്തിൻ്റെ ഒരു വിറ്റ്നസ്സായി എന്നെ ട്രാൻസ്ഫോം ചെയ്യണം. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി വൈക്കം മുഹമ്മദ് ബഷീർ പണ്ട് ഒരു മദ്യപാനിയുടെ കഥ എഴുതാനായിട്ട് അദ്ദേഹം കള്ളുഷാപ്പിൽ പോയിട്ട് മദ്യപിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ സുവിശേഷം ഞാൻ പ്രസംഗിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ സുവിശേഷമായി തീരണം. സുവിശേഷം എൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകണം. അതെൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം, എൻ്റെ ചിന്തയിലുണ്ടായിരിക്കണം, എൻ്റെ ഇന്ദ്രിയങ്ങളിൽ അതുണ്ടായിരിക്കണം, എൻ്റെ ശരീരത്തിൽ, ജീവിതത്തിൻ്റെ, ആത്മാവിലൊക്കെ ഈ സുവിശേഷം ഉണ്ടായെങ്കിൽ മാത്രമേ എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണല്ലോ സെൻറ്റ് പോള്, ഇപ്പം നമ്മൾ ബൈബിളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റ് ഉള്ളത് സെൻറ്റ് പോളിൻ്റെയാണ്. ഈ ലോകത്ത്, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച്, ജീസസിൻ്റെ ചർച്ച് ബിൽഡപ്പ് ചെയ്ത് സെൻറ്റ് പോളാണ്, പീറ്ററല്ല. എന്തുകൊണ്ടാണ്? സെൻറ്റ് പോള് യേശുവിൻ്റെ ശിഷ്യന്മാരെ മൃഗീയമായി, വളരെ ബ്രൂട്ടലായി പീഡിപ്പിക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും അവരെ ജയിലടയ്ക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്ത മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പീഡനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. പിന്നീട് അദ്ദേഹം വിളിച്ചു 14 വർഷത്തോളം പാരമ്പര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഏകദേശം പോള് ഇങ്ങനെ ജീസസുമായിട്ടുള്ള ഒരു കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം 14 വർഷക്കാലം അദ്ദേഹം ഇങ്ങനെ പഠിച്ച് ഒരുങ്ങിയതിന് ശേഷമാണ് മിനിസ്ട്രി ആരംഭിക്കുന്നതെന്ന് പറയുന്നത്. പിന്നീട് നമുക്കറിയാലോ, അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ കപ്പൽ മുങ്ങുന്നു, നീന്തി രക്ഷപ്പെടുന്നു, അവിടെ പാമ്പ് കടി ഏൽക്കുന്നു, എന്തെല്ലാം പീഡനങ്ങൾ, രാപ്പകൽ ജോലി ചെയ്യുന്നു. എന്നിട്ട് ക്ഷീണിച്ച് അവശനായി അർദ്ധരാത്രിക്കും പുലർച്ചയ്ക്കൊക്കെ വിശ്വാസികളോട് യേശുവിൻ്റെ പീഡാനുഭവവും ഉത്ഥാനവും പ്രസംഗിക്കുന്നു, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു, മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഓടി തളർന്നു, എൻ്റെ ഓട്ടം ഞാൻ നന്നായിട്ട് ഓടി. അപ്പോൾ ജീസസ് പറയാണ്, അനനിയാസിനോട് പറയാണ്, എൻ്റെ നാമത്തെ പറഞ്ഞ് ഈ പോള് എന്തുമാത്രം അനുഭവിക്കാൻ കൂടുമെന്ന് നിനക്ക് കാണാം. ജീസസിൻ്റെ നാമത്തെ പ്രതി ഞാൻ എന്തുമാത്രം അനുഭവിച്ചു, ഇപ്പോൾ അനുഭവിക്കുന്നു. അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചാണ് ഈ പ്രൊക്ലമേഷൻ പുറത്തു വരിക, ഈ ടെസ്റ്റ് മണി പുറത്തു വരിക. ഇപ്പോൾ ദുരിതങ്ങളിൽ അകപ്പെടാത്തൊരു മനുഷ്യന് ജീസസുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫ് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ദുരിതം അനുഭവിക്കലാണ് അദ്ദേഹം നമുക്ക് കാണിച്ചത് മാതൃക. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ്, എൻ്റെ ചുമട് ഭാരം കുറഞ്ഞതാണ്, മൈ യോക്ക് ഈസ് സിമ്പിൾ ആൻഡ് ഈസി എന്നാണ് പറയണത്. അപ്പോൾ ദുരിതങ്ങളിൽ ഞാൻ അകപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വിളിക്കേണ്ടത് ദൈവത്തെയാണ്, മനുഷ്യനെയല്ല. ആശ്രയിക്കേണ്ടത് കർത്താവിനെയാണ്, മനുഷ്യനെയല്ല. സഹായം അഭ്യർത്ഥിക്കേണ്ടത് ദൈവമായ സർവശക്തനിലാണ്. നിൻ്റെ സഹോദരങ്ങളോ, നിൻ്റെ ഫാമിലി മെമ്പേഴ്സോ, പാരിഷ് മെമ്പേഴ്സോ, മിനിസ്ട്രി മെമ്പേഴ്സോ ആരും ഉണ്ടാവില്ല.
ആരെങ്കിലും ഉണ്ടോ? മിനിസ്ട്രിയിൽ ആരെങ്കിലും ഉണ്ടോ? പാസ്റ്റേഴ്സ് ഉണ്ടോ? ഇവാഞ്ചലിസ്റ്റ് ഉണ്ടോ? കോമിനിസ്റ്റേഴ്സ് ഉണ്ടോ? കൊളീഗ്സ് ഉണ്ടോ? ആരുമില്ല, ആരുണ്ടാവില്ല. അതാണ് പറയണത് 118:8-9. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക, ദൈവത്തിൽ മാത്രം അഭയം തേടുക. അദ്ദേഹം സങ്കീർത്തനം 27:10 നമുക്കറിയാമല്ലോ. മാതാപിതാക്കന്മാർ അപ്പയും അമ്മയും ഉപേക്ഷിച്ച് കളഞ്ഞാലും ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല. അതൊരു ഫാക്റ്റാണ്, വളരെ കോൺക്രീറ്റ് ഉള്ള ഫാക്റ്റാണ്. ഐ ആം ദ ടെസ്റ്റ് മണി ഓഫ് ദാറ്റ് വേർഡ്. ആ വചനത്തിൻ്റെ ജീവിക്കുന്ന ഒരു സാക്ഷിയാണ് ഞാൻ. കാരണം മനുഷ്യർ മുഴുവൻ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോഴും മുമ്പ് ഞാൻ കരയുമായിരുന്നു. ആരും കാണാതെ ഇങ്ങനെ ബാത്റൂമിലേക്ക് കയറി ടാപ്പ് തുറന്നിട്ട് വെള്ളം അതിശക്തമായിട്ട് ഇങ്ങനെ വീഴുമ്പോൾ ഞാൻ പൊട്ടിക്കരയുമായിരുന്നു. ഓ ലോർഡ്, എന്തുകൊണ്ട് മനുഷ്യർ എന്നോട് ഇങ്ങനെ നന്ദികേട് കാണിക്കുന്നു? എന്തുകൊണ്ട് എനിക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്നു? എന്തുകൊണ്ട് എന്നെ പരിത്യജിക്കുന്നു? പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ വിലപിക്കാൻ കഴിയില്ല. കാരണം എന്താ അറിയൂ, ഞാൻ ഓരോ തവണ പെർസിക്യൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ശക്തി പ്രാപിക്കുകയാണ്. ഓരോ തവണ നിങ്ങൾ നന്ദികേട് കാണിക്കുമ്പോഴും, ഓരോ മനുഷ്യരും, ഞാൻ നന്മ ചെയ്ത ഓരോ മനുഷ്യരും എന്നെ ഉപേക്ഷിച്ച് കളയുമ്പോൾ ഞാൻ ദൈവത്തിലേക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് അടുക്കുകയാണ്. കാരണം എന്താണ്? ഞാനൊരു സുവിശേഷമായി തീർന്നു. ഐ ആം ഓൾവേസ് ബിക്കെയിം ദി ഗോസ്പൽ. അതാണ് അതിൻ്റെ സയൻസ്. അതിൻ്റെ സയൻസ് എന്ന് പറഞ്ഞാൽ ദുരിതങ്ങളിൽ അകപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവത്തിലേക്കുള്ള നമ്മുടെ എന്താ പറയുക ചുവടുവെപ്പിന് സ്പീഡ് കൂടുന്നത്. ഈ പരിത്യജിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് അടുപ്പം കൂടുന്നത്. മനുഷ്യന് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞാൽ നമുക്ക് ആരാ ഉള്ളത്? നമ്മെ ആസ്വദിപ്പിക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ. നമ്മളെ മനുഷ്യരെ കൂട്ടിപ്പിടിച്ചാൽ, അവർ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം തന്നാൽ, നമ്മളെ പരിചരിച്ചാൽ നമ്മൾ ദൈവത്തെ മറക്കില്ലേ? അപ്പം എല്ലാവരും ഇല്ല. ദൈവം ചില മനുഷ്യരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ചെയ്യുന്നു. അവരെ കൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഓഫീസിലൊരു സ്റ്റാഫിനെ വയ്ക്കുകയാണ്, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യില്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സബ് എഡിറ്റർ. ഇപ്പം ഞങ്ങളുടെ ഓഫീസിലെ എഡിറ്റർമാരൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ആൾക്കാരെ വിളിക്കുന്നു, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അയാൾക്ക് സ്റ്റോറി എഴുതാൻ പറ്റുമോ, എഡിറ്റ് ചെയ്യാൻ പറ്റുമോ, ടൈറ്റിൽസ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമല്ലോ. അല്ലെങ്കിൽ ഒരു സ്കാവഞ്ചർ, ഒരു സ്വീപ്പർ, ഇവരൊക്കെ വൃത്തിയായിട്ട് ജോലി ചെയ്യും. ദൈവത്തിൻ്റെ ഒരു പ്രൊഫസി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു മിഷനാണ്, ഒരു ഡ്യൂട്ടിയാണ്, ഒരു ജോലിയാണ്, ഒരു ദൗത്യമാണ്. ആ പ്രൊഫസി ആവുന്ന ജോലി, പ്രൊഫസി ആവുന്ന പ്രൊഫഷൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. അത് ആ പ്രൊഫസി ആവുന്നൊരു മിഷൻ, ഡ്യൂട്ടി ഒരു മനുഷ്യനെ ഏൽപ്പിക്കാൻ അദ്ദേഹം തീരുമാനിക്കുമ്പോൾ അവൻ്റെ ലോയൽറ്റി, അവൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്, അവൻ്റെ വിശ്വസ്തത ദൈവം പരീക്ഷിക്കില്ലേ? അപ്പോൾ ബുക്ക് ഓഫ് ഐസയ 1:25 പറയാണ്, ഞാൻ എൻ്റെ വലത്ത് കരം നിനക്കെതിരെ ഉയർത്തും. ഐ വിൽ ലിഫ്റ്റ് മൈ റൈറ്റ് ഹാൻഡ് അഗേൻസ്റ്റ് യു. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ നിൻ്റെ ചൂളയിൽ എന്നതുപോലെ നിന്നെ ശുദ്ധീകരിക്കും. ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്തൊരു മനുഷ്യൻ പറഞ്ഞു, ബ്രദർ എനിക്ക് കുറച്ച് സ്വർണം സെയിൽ ചെയ്യാണ്ട് കുറച്ചിങ്ങനെ ബാധ്യതയുണ്ട്, അപ്പം ആ സ്വർണ്ണം എടുത്ത് വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആരെങ്കിലും തൃശ്ശൂർ സ്വർണ്ണ വ്യാപാരികളെ പരിചയപ്പെടുത്തണമെന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അവിടെ പഴയ സ്വർണ്ണം എടുക്കുന്ന ഒരു ബിസിനസ് ഹൗസിൽ പോയി അതിന് സംസാരിച്ചു. അപ്പോൾ ഈ ഗോൾഡ് അദ്ദേഹം കൊടുത്തു. അപ്പോൾ ഞാൻ നോക്കി നിൽക്കുകയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത്. ഈ ഗോൾഡ് അദ്ദേഹം ആദ്യം അതിൻ്റെ വേരിയേഷനിൽ വെച്ച് അളവ് നോക്കിയിട്ട് ഒരു കുറിപ്പിൽ എഴുതി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സെർവൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഉരുക്കാൻ പറയണം. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ ഗ്യാസ് സ്റ്റവ് കത്തിച്ച് ഒരു പ്ലെയറിനകത്ത് ഈ ഓർണമെൻറ്റ്സ് പിടിച്ചിട്ട് ഈ ഫ്ലെയിമിൽ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ആ നിമിഷം വരെ കഴുത്തിലും കയ്യിലും കണിഞ്ഞിരുന്ന വളരെ വർണ്ണമനോഹരമായ ഗോൾഡ് ഓർണമെൻറ്റ്സ് അതിങ്ങനെ കരിഞ്ഞ് ആ ആടി കത്തുന്ന അഗ്നിക്കകത്ത ഓർണമെൻറ്റ്സിന് കരിയാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ പറയണം, അതിനകത്ത് കുറേ ചെളിയുണ്ട്. ഓ, അമേസിങ് ഗോസ്പൽ മീൻസ് നോക്കൂ, ഈ ആഭരണത്തിനകത്ത് കുറേ ചെളിയുണ്ട്. ആ ചെളിയെ ഉരുക്കി കളയണമെങ്കിൽ എന്ത് വേണം? അഗ്നി വേണം.
അത് വെള്ളത്തിൽ കഴുകിയാലും അതിനകത്ത് അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള അഴുക്കുകൾ പുറത്തു പോയില്ല. അഗ്നി അഗ്നി എല്ലാത്തരം അഴുക്കുകളെയും ദഹിപ്പിച്ച് കളയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ അഗ്നിക്കകത്ത് ഈ ഓർണമെൻറ്റ്സ് വയ്ക്കുമ്പോൾ അതിങ്ങനെ ചൂട് പിടിച്ച് ഉരുകി കരിഞ്ഞ് അതിൻ്റെ അഴുക്കെല്ലാം പോയി അതാണ് ഒരു മനുഷ്യരെ ദൈവം വേർപെടുത്തുമ്പോൾ, സെപ്പറേറ്റ് ചെയ്യുമ്പോൾ, വിളിക്കുമ്പോൾ അവൻ്റെ ദൈവത്തിൻ്റെ പ്രതിപക്ഷമുള്ള ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരമുള്ള ഒരു പ്രവാചകനിൽ കൂടി പുറത്തു വരുന്നത്. അപ്പം എന്ത് വേണം? അവനെ ശുദ്ധീകരിക്കണം, അവനെ റെക്ടിഫൈ ചെയ്യണം, അവനെ കറക്റ്റ് ചെയ്യണം, സാങ്ക്ടിഫൈ ചെയ്യണം, പ്യൂരിഫൈ ചെയ്യണം. ആ പ്രോസസ്സാണ് യെശയ്യാ 1:25 നമ്മളിവിടെ സ്വർണം ഉരുക്കുന്നത് കണ്ടില്ലേ? ആ പ്രോസസ്സാണ് എന്ത് ദുരിതങ്ങളെന്ന് പറയുന്നത്. പരാജയങ്ങൾ, നന്ദികേടുകൾ, റിജക്ഷൻ, റെഫ്യൂസിങ്, ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. യെശയ്യാ 1:25 അപ്പം അതുകൊണ്ടാണ് അത് ആ സയൻസ് മനസ്സിലാക്കിയപ്പോൾ എന്നെ പരിത്യജിക്കുന്നവരോട് എനിക്ക് കൂടുതൽ സ്നേഹം തോന്നും. എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞവർക്ക് വേണ്ടി ഞാൻ കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. കാരണം എന്താണ്? ഇവർ എന്നെ പരിത്യജിക്കുന്നത്, ഇവർ എന്നോട് നന്ദികേട് കാണിക്കുന്നത്, ഇവർ എന്നെ ഉപേക്ഷിച്ച് കളയുന്നത്, ഞാൻ നന്മ ചെയ്തവർ എനിക്കെതിരെ അപവാദം പറയുന്നത്, എനിക്കെതിരെ മുഖം തിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരി, എൻ്റെ പാരീഷിലുള്ളതാണ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പെൺകുട്ടി. അവളെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അവളുടെ ബ്രദർ ഞങ്ങൾ ഒരുമിച്ചാണ് ഹൈസ്കൂളിലൊക്കെ പഠിച്ചത്. ഹൈസ്കൂളല്ല, ഞങ്ങൾ നഴ്സറി. അവളുടെ അമ്മ ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ അവരുടെ വലിയ റിച്ചായിരുന്നു അവർ. അവരുടെ വീട്ടിൽ തന്നെ ഒരു നഴ്സറി ഉണ്ട്. ആ നഴ്സറി ഞങ്ങൾ ഒരുമിച്ചാണ് കളിച്ചു വളർന്നതൊക്കെ. അപ്പോൾ പിന്നീട് അവളുടെ കല്യാണം, പെൺകുട്ടികളാണ്, കല്യാണം കഴിഞ്ഞു. അവളുടെ ഹസ്ബൻഡ് കുട്ടികളൊക്കെ ആയി. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സാലറി കൊണ്ട് മാത്രം കാര്യം മുന്നോട്ട് പോകുന്നില്ല. 3 മക്കളുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ എനിക്കൊരു ജോലി വേണം. അവൾ അത്ര ക്വാളിഫൈഡ് അല്ല, ഒരു +2 ഒക്കെ ആയപ്പോൾ ആൾ പഠനം നിർത്തി കല്യാണത്തിന് പോയി. എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ, കാരണം കുട്ടികളൊക്കെ പഠിച്ചു തുടങ്ങി, ഒരാളുടെ സാലറി കൊണ്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയും. അപ്പം ഞാൻ അന്ന് തൃശ്ശൂരില്ല, പക്ഷേ ഞാൻ തൃശ്ശൂരിലുള്ള എൻ്റെ സൗഹൃദങ്ങൾ ഒക്കെ വെച്ചുകൊണ്ടൊരു വലിയ കോർപ്പറേറ്റ് ബിസിനസ് ഹൗസിൽ അവൾക്ക് വേണ്ടി ഒരു ജോലി ശരിയാക്കി. അവളവിടെ ജോലിക്ക് പോയി തുടങ്ങി. പിന്നീട് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ പിന്നെ ഹസ്ബൻഡിന് പ്രൊമോഷൻ കിട്ടി, സാലറി കൂടി, പിന്നെ അവളുടെ കുട്ടികൾ മുതിർന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ മദർ പാരീഷിൽ ഇങ്ങനെ മാസത്തിന് പോണ സമയത്ത് ഇദ്ദേഹം, അവളുടെ ഹസ്ബൻഡ് പാലക്കാട് ജോലി കഴിഞ്ഞ് വന്ന് ഹൈവേയിൽ ബസ്സറിയിൽ നിൽക്കുന്നുണ്ടോ ചില ദിവസങ്ങൾ, എല്ലാ ദിവസമല്ല ചില ദിവസങ്ങൾ. അപ്പം ഞാൻ ഞായറാഴ്ചകളിൽ ഇങ്ങനെ ബൈപ്പാസ് ക്രോസ് ചെയ്തിട്ട് ഞങ്ങളുടെ പള്ളിയിലേക്ക് പോകാനായിട്ട്, എൻ്റെ മദർ പാരീഷിൽ പോകാനായിട്ട്. അപ്പം ഞാൻ അദ്ദേഹത്തെ ആ സ്റ്റോപ്പിൽ നിന്ന് പിക്ക് ചെയ്യും. പള്ളിയുടെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. പിന്നീട് അവർ സെറ്റിൽഡായി, വലിയ റിച്ചൊക്കെ ആയ സമയത്ത്, ഈ അടുത്ത സമയത്ത് ഈ കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങളെ ഞങ്ങളുടെ പള്ളിയിൽ ഒരുമിച്ച് കാണുമ്പോൾ പലപ്പോഴും ഇദ്ദേഹം എൻ്റെ അടുത്ത് മുട്ടുകുത്തുമ്പോൾ ഇദ്ദേഹം മാറിപ്പോകുന്നു. ഇദ്ദേഹത്തിന് എന്നെ ഫേസ് ചെയ്യുന്നത് പ്രയാസമാണ്. സെമിട്രിയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഓപ്പോസിറ്റ് കാണുമ്പോൾ പുള്ളി മുഖം തിരിക്കും. അപ്പം ഞാൻ ചിന്തിക്കും, എനിക്ക് ഉള്ളിൽ ചിരി വരും, ദൈവം എന്തിനാണ് ഈ മനുഷ്യൻ. അപ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അദ്ദേഹം ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഒരു പാവപ്പെട്ട പത്രപ്രവർത്തകൻ്റെ ഒരു സഹായം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നേടേണ്ടി വന്നതിൻ്റെ ഒരു അപകർഷതാബോധമായിരിക്കുക. പക്ഷേ ആ പെൺകുട്ടി, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. എന്താ പറയുക, 5 വയസ്സിന് മുമ്പ് പോലെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ, തൊട്ടയൽക്കാരാണ്. അപ്പം അങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി തോന്നേണ്ട കാര്യമില്ല, പക്ഷെ അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവം എന്തിനാണ് ഈ മനുഷ്യൻ ഒരു നല്ല സൗഹൃദം നഷ്ടപ്പെടുത്തി കളയുന്നത്. അപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എന്നോട് ഇങ്ങനെ എന്നെ ഉപേക്ഷിച്ച് കളയുന്നത്. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നന്മ ചെയ്തവർ നിങ്ങളെ ഉപേക്ഷിച്ച് കളയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സഹായിച്ചവർ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൽ ഒരു വളരെ ദൈവികമായിട്ടുള്ള ഒരു റെവലേഷൻ എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ പ്രാർത്ഥന ആ വ്യക്തികൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ആർക്ക് നന്മ ചെയ്തു, ആ വ്യക്തി നിങ്ങൾക്ക് തിന്മ ചെയ്യാണ്. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, യു മേ പ്രേ ടു ഹിം, യു മേ പ്രേ ടു ദം, യു മേ പ്രേ ടു ഹെർ. അവർക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി, അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ജീസസ് ക്രോസിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ ക്രൂസിഫൈ ചെയ്ത മനുഷ്യനെ വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ആ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ജീസസിന് അറിയാം അവർ നിത്യ നരകത്തിൽ വീണു പോകും. അവരുടെ ക്രിയേറ്റർ ആരാണ്? ജീസസിനെ ക്രോസിൽ ക്രൂസിഫൈ ചെയ്ത റോമൻ ആർമിയുടെ ക്രിയേറ്റർ ആരാണ്? ജീസസ് തന്നെയല്ലേ? ഹീസ് ഓൾമൈറ്റി. അദ്ദേഹം മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്നുള്ളത് വേറെ കാര്യം, നമുക്ക് വേണ്ടി തന്നെയാണ്. അതല്ലേ ഈ ഗുഡ് തീഫ്, റൈറ്റ് ക്രോസിൻ്റെ റൈറ്റ് സൈഡിലായിരുന്ന ഗുഡ് തീഫ് അദ്ദേഹം പറഞ്ഞില്ലേ, ഈ നിമിഷം തന്നെ നീ എൻ്റെ ഒപ്പം സ്വർഗത്തിലായിരിക്കും. നഷ്ടപ്പെടുവാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ദൗത്യം എന്താണ് ജീസസ് അപ്പ കാണിച്ചത്? ക്രോസിൽ കിടക്കുമ്പോഴും പുള്ളി പ്രാർത്ഥിക്കുകയാണ്. ആർക്ക് വേണ്ടി? തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞവർക്ക് വേണ്ടി, തന്നെ പരിത്യജിച്ച പീറ്ററിന് വേണ്ടി. ജീസസ്, ഇനി ഞാൻ വേറെ കാര്യം പറയട്ടെ, നമ്മൾ ബൈബിളിൽ ഈ ഗോസ്പല്, ഈ 4 റിട്ടേൺ സുവിശേഷമാണ്. സുവിശേഷങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ബൈബിളിൽ അത് കളക്ട് ചെയ്തിട്ട് 4 സുവിശേഷം മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവർ. പരിശുദ്ധാത്മാവ് നമ്മൾ വെളിപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ജീസസ് ഏറ്റവും കൂടുതൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ത്രൂ ദ ഐസ് ഓഫ് ജീസസ് തന്നെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, ഇവരൊരു മിനിസ്ട്രി കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണം. ക്യാമ്പ് ചെയ്യുമ്പോൾ പലരും പലരും ഈ ബർത്തലോമേന്നൊക്കെ പറഞ്ഞ് ഒറ്റക്കാരണം പുള്ളി എവിടെ ഒരു തണൽ കണ്ടാൽ വരുന്ന തുടങ്ങിയത് ഭക്ഷണം പാകം ചെയ്തു. അപ്പോൾ ജീസസ് മാറിക്കൊണ്ട് ഏതെങ്കിലും ഒരു റിസർട്ടിലോ അല്ലെങ്കിൽ ഒരു ഗുഹയിലോ ഒരു വനത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു മരച്ചോട്ടിലൊക്കെ പുള്ളി തപസ്സയിൽ പ്രാർത്ഥിക്കുകയാണ്. പുള്ളി ഞാൻ ചിന്തിക്കുന്നത്, ജീസസിൻ്റെ ആത്മാവ് എന്നോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്, ജീസസ് ഭൂമിയിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ഈ ജൂദാസ് ഇസ്കാരിയോട്ടിന് വേണ്ടിയിട്ടാണ്. യൂദാസിന് വേണ്ടിയാണ്. കാരണം പുള്ളിക്കറിയാം ഈ യൂദാസ് ഇദ്ദേഹത്തിന് ഒറ്റിക്കൊടുക്കുമെന്ന് ജീസസിനറിയാം. ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നൊരു വേദനയുണ്ടല്ലോ. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർ, നമ്മുടെ ഫാമിലിപ്പെട്ടവർ, നമ്മുടെ മിനിസ്ട്രിയിൽപ്പെട്ടവർ, നമ്മുടെ ഏറ്റവും അടുത്ത കൊളീഗ്സ്, സുഹൃത്ത്, സഹപ്രവർത്തകർ, അയൽക്കാർ, ഇതിലൊരു ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ വേദനയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് 3.25 കോടിയോ 34,000 കോടിയോ നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ വേദന നമ്മുടെ കൂടെയുള്ള ഒരു ആത്മാവിൻ്റെ നഷ്ടം. ലോകത്തിലെ മുഴുവൻ സമ്പത്ത് കൂട്ടിവെച്ചാലും ഒരു ആത്മാവിൻ്റെ അത്രയും വിലയാകില്ലെന്ന് ജീസസ് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ യൂദാസ് കരിയോത്തയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമല്ലോ പിതാവേ എന്നതായിരുന്നു ഈ ജീസസിൻ്റെ ഏറ്റവും വലിയ വേദനാജനകമായ പ്രാർത്ഥന. അദ്ദേഹം ഇങ്ങനെ 28,430 തുള്ളി രക്തം നമുക്ക് വേണ്ടി ചിന്തി, ആ രക്തം മുഴുവൻ വാർന്നു പോയി ജീവൻ വെടിഞ്ഞു. അതൊന്നുമല്ല, ശരീരത്തിലെ ആയിരക്കണക്കിന് മുറിവുകളേറ്റു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് റോമൻ സൈന്യം കാർക്കിച്ച് തുപ്പി, കുന്തം കൊണ്ട് കുത്തി, ചമ്മട്ടി കൊണ്ട് അടിച്ചു. നൊന്തുപറ്റ അമ്മയുടെ മുമ്പിൽ വെച്ച് ഈ ചെറുപ്പക്കാരനെ നൂടാക്കി. നോക്കൂ, ഈ ആകാശത്തിനും ഭൂമിക്കും മധ്യ ഉയർത്തി നിർത്തിയ ഒരു കുരിശിൻ്റെ മുകളിൽ ഈ ഒരു ചെറുപ്പക്കാരൻ നൂടായി കിടക്കുകയാണ് ബർത്ത്ഡേ സൂട്ടിൽ, സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച്. അതിനേക്കാളൊക്കെ വലിയ വേദനയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ യൂദാസിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന ആ വേദന. അപ്പം നിങ്ങളെ ഒരാൾ ഒറ്റുകൊടുക്കുന്നെങ്കിൽ, നിങ്ങൾ നന്മ ചെയ്ത ഒരു മനുഷ്യൻ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞുവെങ്കിൽ, നിങ്ങൾക്ക് തിന്മ ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കണം, യു ഹാവ് ദ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. എന്താണത്? അവർക്കൊണ്ട് പ്രാർത്ഥിക്കണം, നിങ്ങൾ ഉപവസിക്കണം, നോമ്പ് നോൽക്കണം, നിങ്ങളെ വിലാപത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങളെ പെർസിക്യൂട്ട് ചെയ്യുന്ന നിങ്ങളുടെ പെർസിക്യൂട്ടറിന് വേണ്ടിയിട്ട് നിങ്ങൾ വിലാപത്തോടെ പ്രാർത്ഥിക്കണം. അതാണ് അതിൻ്റെ ഒരു ബിഗിനിങ് ആണ്, അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്
സങ്കീർത്തനം 118:8-9 ദൈവത്തിൽ ആശ്രയിക്കുക, മനുഷ്യൽ ആശ്രയിക്കരുത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അങ്ങനെ എനിക്ക് ജാമ്യം എടുക്കാമെന്ന് പറഞ്ഞ മനുഷ്യൻ പിൻവാങ്ങിപ്പോയി. അതിന് മുൻപും ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നന്മ ചെയ്തിട്ടുണ്ട്, അതിന് ശേഷം നന്മ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. ആ ടൈമിൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടായി എന്നുള്ളതൊക്കെ ഒരു ഫാക്റ്റാണ്. അതൊന്നും ഞാൻ കൺസീൽ ചെയ്യുന്നില്ല. അത് കൺസീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനൊരു സുവിശേഷനല്ലല്ലോ. നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, നമുക്ക് ദേഷ്യവും കോപവും എല്ലാ വികാരങ്ങളും ഉള്ള മനുഷ്യരാണ്. എന്നെ അദ്ദേഹം ഇങ്ങനെ ക്രൂരമായി ഞാൻ പറഞ്ഞ് ചിന്തിച്ചു, കർത്താവേ, ഈ മനുഷ്യനെ വിളിച്ച് പറയുകയും ചെയ്യായിരുന്നില്ലേ? ഇപ്പം നാളെ 10 മണിക്ക് ഇദ്ദേഹം വക്കീൽ ഓഫീസിൽ വരുമെന്ന് ചിന്തിച്ച് ഞാൻ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ പോയിരുന്നെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു? എന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. അദ്ദേഹം അത് വിളിച്ചു പോലും പറയുന്നില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഞാൻ ആ വക്കീലെന്നെ വിളിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹം പറയുകയാണ് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ അത് ഞാൻ അപ്പം തന്നെ കുറച്ച് സമയത്തേക്ക് എനിക്ക് മനസ്സിന് പ്രയാസം തോന്നിയെങ്കിൽ ഞാനത് എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വലിയ ട്രാജഡി ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ, അദ്ദേഹം വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്തു, ഒരുപാട് ബിസിനസ്സുകൾ. ആ ബിസിനസ്സുകളെല്ലാം തകർന്നു പോയി, എല്ലാം തകർന്നു പോയി സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹത്തിന് കുറേയൊക്കെ സാമ്പത്തിക സഹായം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിനോട് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടി. ഞാൻ അദ്ദേഹത്തെ എൻ്റെ റിട്രീറ്റിൽ, ഞാൻ പോകുന്ന റിട്രീറ്റ് സെൻറ്ററിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. നൈറ്റ് റിട്രീറ്റ് ഇതിനൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ ശരിക്കും മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ചു. അതെൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നോട് തിന്മ ചെയ്തു, എന്നാൽ ഇനി ഞാൻ ആ മനുഷ്യനോട് പ്രാർത്ഥിക്കില്ല, ഇനി അയാളോട് യാതൊരു ബന്ധമില്ല. അത് ക്രിസ്ത്യാനിറ്റി അല്ല, അത് ക്രിസ്ത്യൻ ഫെയ്ത്തും അല്ല. ഞാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, അദ്ദേഹത്തിനോട് പ്രവർത്തിച്ചു. അദ്ദേഹത്തെ റിട്രീറ്റ് കൂട്ടിക്കൊണ്ട് പോകുന്നു, അവിടുത്തെ പുരോഹിതന്മാരെ പരിചയപ്പെടുത്തുന്നു, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു. ചുരുങ്ങിയ ആഴ്ചകൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട ബിസിനസ്സുകൾ വീണ്ടും അദ്ദേഹം തിരിച്ചു വരികയാണ്. അദ്ദേഹം നന്നായി ജീവിക്കുന്നു. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് ജീവിക്കുന്നു, മക്കളെ നന്നായിട്ട് പഠിക്കുന്നു. എന്താണത്? അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ഞാൻ ജീസസിൻ്റെ ഒരു ഡിസൈപ്പിളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൺ ഓഫ് ജീസസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രോഫറ്റ് ഓഫ് ജീസസ് ആണെങ്കിൽ, അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ പരാജയങ്ങൾ, നമുക്കുണ്ടാകുന്ന ഉപേക്ഷകൾ, നമുക്ക് ലഭിക്കാതെ പോകുന്ന നന്മകൾ, നമ്മൾക്ക് ഒരുപാട് മനുഷ്യർ നമ്മെ കരുതുകയും നമുക്ക് നന്മ ചെയ്യുകയും നമ്മെ പരിചരിക്കുകയും ചെയ്യേണ്ടവരുണ്ട്. നമുക്ക് ചുറ്റുള്ള മനുഷ്യരുണ്ട്. നമ്മുടെ ഓഫീസിലായിരിക്കാം, മിനിസ്ട്രിയിലായിരിക്കാം, ഫാമിലിയിലായിരിക്കാം, നമ്മുടെ നെയ്ബേഴ്സായിരിക്കാം. അവരാരും നമ്മെ കരുതുന്നില്ല, നമ്മെ ട്രീറ്റ് ചെയ്യേണ്ടവർ ട്രീറ്റ് ചെയ്യുന്നില്ല, നമ്മെ നോക്കി ചിരിക്കേണ്ടവർ ചിരിക്കുന്നില്ല, നമ്മെ ആശ്വസിപ്പിക്കേണ്ടവർ ആശ്വസിപ്പിക്കുന്നില്ല. എല്ലായിടത്തും ഇങ്ങനെ ഇഞ്ചുറീസ് ആൻഡ് വൂഡ്സാണ്, മുറിവുകളും വേദനകളും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ ആത്മാവുകൾക്കൊക്കെ വേണ്ടി, ഈ മനുഷ്യർക്കൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ് പ്രിയപ്പെട്ടവരെ. അതല്ലേ ജീസസ് ചെയ്തത്. അത് ജീസസിൻ്റെ കൂടെ ജീവിക്കാൻ ആരംഭിച്ച ഓരോ രക്തസാക്ഷികളും. സ്റ്റീഫൻ എന്താ പറഞ്ഞത്? സ്റ്റീഫൻ മുട്ടുകുത്തി, സ്റ്റീഫൻ ഇങ്ങനെ കല്ലെറിയുമ്പോൾ നൂടാണ്. സ്റ്റീഫൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാനദർശി ആന്തരിക നേത്രങ്ങൾ കൊണ്ട് കാണുകയാണ്. പിതാവ്, അതുപോലെ ജീസസ്, ഹോളി സ്പിരിറ്റ്, വിശുദ്ധന്മാർ, ഇവരെല്ലാം ഇങ്ങനെ നിന്ന് സ്റ്റീഫൻ്റെ ഈ ക്രൂസിഫിക്ഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ശരീരത്തിൽ ഭീകരമായ പീഡനം പോയിക്കൊണ്ടിരിക്കുക.
ശരീരത്തിൽ കല്ലുകൾ വന്ന് കൂർത്ത കല്ലുകൾ വന്ന് വീഴുന്നു, അടികൾ വീഴുന്നു, രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, അവയവങ്ങൾ ചതഞ്ഞു പോകുന്നു. പക്ഷെ അപ്പോഴും സ്റ്റീഫൻ്റെ ആത്മാവിലൊരു ആനന്ദം ഉണ്ടല്ലോ. അദ്ദേഹം സ്വർഗ്ഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മാവിനെ റിസീവ് ചെയ്യാൻ വേണ്ടി സ്വർഗത്തിലെ സകല അന്തേവാസികളും ഇങ്ങനെ ബൊക്കകളും പൂപ്പാലകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് ദൈവത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ നമ്മളെ ഉപേക്ഷിച്ച് കളയുന്നതും നമ്മൾ നന്മ ചെയ്തവരെ സഹായം ചെയ്തവരൊക്കെ നമ്മളെ വിസ്മരിച്ച് കളയുന്നു. നമ്മളുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ അവരെ നമ്മളെ സഹായിച്ചല്ലോ, നമ്മൾ വെറുത്ത് കളഞ്ഞല്ലോ, ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ പിന്നിലത്തെ ഒരു ദൈവിക ശാസ്ത്രമുണ്ടല്ലോ. അത് നമ്മുടെ വ്യതിചലിച്ചു പോകുന്ന ചിന്തകളെ, വിശ്വസ്തതയെല്ലാം ദൈവമാകുന്ന ഒറ്റ കേന്ദ്രത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കും. മനുഷ്യർ നമ്മുടെ കൂടെ, നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കില്ലല്ലോ. നമുക്ക് ദൈവത്തിൽ ഒരു ആശ്രയം, ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ, അങ്ങനെ ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവും വർദ്ധിച്ച് അതില്ലാത്ത മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ലോകത്തോട് വിളിച്ച് പറയണമെങ്കിൽ എന്ത് വേണം? അതിന് ഇങ്ങനെയുള്ള ഉപേക്ഷകളും റിജക്ഷൻസും റെഫ്യൂഷൻസും ഒക്കെ ആവശ്യമാണ്. സങ്കീർത്തനം 119 സങ്കീർത്തനത്തിൽ 71 വാക്യം വളരെ മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു റെവലേഷനാണ്. അതിൽ പറയാണ്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, കാരണം ഞാൻ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പാലിച്ചു. നമ്മുടെ ലൈഫിലിങ്ങനെ ട്രബിൾസും ക്രൈസിസും സഫറിങ്സും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പാലിക്കാൻ നമ്മൾ തയ്യാറാവുന്നു. അല്ല, പ്രതിസന്ധി ഇല്ലാത്തൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ ചട്ടം പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. അത്ര വലിയ വിശുദ്ധമൊന്നും നമുക്കിടയിലുണ്ടോ? ദൈവത്തിൻ്റെ ചട്ടങ്ങൾ നമുക്ക് പാലിക്കണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ തിരിച്ചടികളുണ്ടായിരിക്കണം. അതെങ്ങനെയാണ് തിരിച്ചടി ഉണ്ടാകുന്നത്? നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യർ, നമ്മൾ നന്മ ചെയ്തവർ, നമ്മൾ സഹായിച്ചവർ, നമ്മൾ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നവർ, ഇവരൊക്കെ നമ്മളെ വളരെ ദയാരഹിതമായി ഉപേക്ഷിച്ച് കളയുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള ദുരിതങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉയർന്നു വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിലേക്ക് കണ്ണ് തിരിക്കുന്നത്, നമ്മുടെ ചിന്ത, നമ്മുടെ ഫോക്കസ് മാറ്റുന്നത്. അപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും ഇങ്ങനെയുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളും ഒക്കെ വായിക്കാനും പഠിക്കാനും ദൈവത്തിൻ്റെ മനസ്സ്, ഇതാണ് വലിയ നമ്മുടെ കൃപാസനത്തിൻ്റെ ഡയറക്ടർ അച്ഛനൊക്കെ, ജോസഫ് അച്ഛനൊക്കെ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മനസ്സാണ് ദൈവത്തിൻ്റെ വചനം. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ വേദങ്ങൾ, ഋഗ്വേദം തന്നെ പറയുന്നത്, ഋഗ് എന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ വാക്കെന്നാണ്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ വാക്കാണ്, ദൈവം വചനമാണ്. ആ ദൈവത്തിൻ്റെ മനസ്സാണ് വചനമായിട്ട് നമുക്ക് സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ മനസ്സാകുന്ന വചനം, ആ വചനം നമ്മൾ പഠിക്കണമെങ്കിൽ, നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഡേ ടു ലൈഫ് തന്നെ നമുക്ക് ഇങ്ങനെ ക്രമീകരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ദുരിതങ്ങളിൽ കൂടെ കടന്നു പോയേ പറ്റൂ. ഐസയ്യ 1:25 നേരത്തെ നമ്മൾ പഠിച്ചതാണല്ലോ. ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള വിലകെട്ട ലോകം എന്ന് പറഞ്ഞാൽ അഹംഭാവം, സ്വാർത്ഥത, കാമ, ക്രോധ, ലോപമോഹാദികൾ, ഇതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ദേഷ്യം പോകുന്നു, മുൻകോപം പോകുന്നു, നമ്മുടെ ആസക്തികൾ പോകുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, 31 അധ്യായത്തിൻ്റെ 1 വാക്യം. എൻ്റെ കണ്ണുകളുമായി ഞാനൊരു ഉടമ്പടി ചെയ്തിരിക്കുന്നു. എന്താണ് ഉടമ്പടി? ഞാൻ ഇനി കന്യകയെ നോക്കില്ല. ഐ ഡിഡ് എ കവനന്റ് വിത്ത് മൈ ഐസ്, ഐ വിൽ നെവർ ബി ലുക്ക് എ ലേഡി ഓർ ഗേൾ. നമുക്കിത് എങ്ങനെ മനസ്സിലാവുന്നത്? നമ്മുടെ കണ്ണുകളെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്നു? നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നു? ഒരാൾ ഈ ദുരിതങ്ങളിലൂടെ കടന്നുപോയി ദൈവത്തെ കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ, ശ്രീരാമകൃഷ്ണ പരമഹംസര് പറയണത്, ഈശ്വരനെ അറിഞ്ഞവൻ മൗനിയായിത്തീരും. അവൻ പിന്നെ ഈ ലോകത്തിൻ്റെ ബഹളയിലേക്കൊന്നും ഒതുങ്ങില്ല. അവരെവിടെയും ഒതുങ്ങി കൂടിയിരുന്ന് ഈശ്വരനെ വെച്ച് ജപിച്ച് കാലം കഴിയും. അല്ലെങ്കിൽ ഈശ്വരൻ്റെ നാമത്തിൽ ചെയ്യാവുന്ന നന്മകൾ ചെയ്യും. ദൈവത്തിന് ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന നന്മകൾ മനുഷ്യർക്ക് വേണ്ടി, മൃഗങ്ങൾക്ക് വേണ്ടി, പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്ത ജീവിതമായിരിക്കും.
അതാണ് ദൈവത്തെ അറിഞ്ഞൊരു മനുഷ്യൻ്റെ പ്രത്യേകത. അവൻ മൗനിയായി തീരും. അവൻ്റെ ആത്മാവ് മൗനത്തിലേക്ക് പ്രവേശിക്കും. അവന് ജയവും പരാജയവും എല്ലാം നിസ്സംഗതയോടെ നോക്കിക്കാണുന്നൊരു മനസ്സിലേക്ക് അവൻ പ്രവേശിക്കും. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്ത മനുഷ്യർ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും അവരെ വെറുക്കുകയോ അവരെ മറക്കുകയോ അവരെ ശപിക്കുകയോ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് ദൈവത്തിലേക്ക് തിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഉപേക്ഷകളിൽ കൂടി ദുരിതങ്ങളിൽ കൂടി നിങ്ങളെ കടത്തിവിടുന്നത് എന്ന് കരുതി നിങ്ങൾക്ക് ശാശ്വതമായ ഒരു പരാജയം ഉണ്ടാകുമെന്ന് നിങ്ങൾ ധരിക്കരുത്. കാരണം നിങ്ങൾക്ക് വിജയം തരുന്ന ദൈവമാണ്. 118 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യം പറയുന്നത്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. ഐ വിൽ നെവർ ബി ഡൈ എന്ന് പറഞ്ഞാൽ മരിക്കില്ല എന്ന് പറഞ്ഞാൽ ഭൗതിക മരണമല്ല, ഞാൻ പരാജയപ്പെടുകയില്ല. അതാണ് ബൈബിൾ ഭാഷയിൽ മരണം പറഞ്ഞ പരാജയമാണ്. ഞാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല, ഞാൻ ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ 145 സങ്കീർത്തനത്തിൻ്റെ 14-16 വാക്യങ്ങൾ പറയുന്നത്, കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു. നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ പാർട്ട്ണറോ നിങ്ങളുടെ ബോസോ കൊളീഗോ ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞു, പക്ഷേ നിങ്ങൾ വീഴുമോ? വീഴില്ല. കാരണം ദൈവം നിങ്ങളെ താങ്ങുന്നുണ്ട്. ദൈവം വീഴുന്നവരെ താങ്ങുന്നു. മർദ്ദിതർക്ക് അവിടുന്ന് വിടുതൽ നൽകുന്നു. അതുപോലെ തന്നെ വിശക്കുന്നവർക്ക് ദൈവം കൈ തുറന്നു കൊടുക്കുകയാണ്. അവർ ഭക്ഷിച്ച് തൃപ്തി അടയുന്നു. 145 14-16 വാക്യങ്ങൾ പറയാം. അപ്പോൾ ദൈവം ഒരിക്കലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ, 112 8-9, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ വീണു പോകാൻ ദൈവം അനുവദിക്കില്ല. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്, എൻ്റെ ടെസ്റ്റ് മണിയാണ്, ഞാൻ അതിൻ്റെ വിറ്റ്നസ്സാണ്. ഞാൻ വീണു പോകുമെന്ന വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ വീണു പോകും, എന്നെ ജയിലിലാക്കും, അല്ലെങ്കിൽ ഞാനിപ്പോൾ പട്ടിണി കിടക്കും, ഞാൻ മരിച്ചു പോകും. അങ്ങനെയുള്ള 21 സങ്കീർത്തനം 4 വാക്യം പറയുന്നുണ്ടല്ലോ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടിയാണ് നീ നടക്കുന്നതെങ്കിലും നിനക്കൊന്നും സംഭവിക്കില്ല. 91 സങ്കീർത്തനം, നിൻ്റെ ഇടത്തും വലത്തും ആയിരങ്ങൾ മരിച്ചു വീഴട്ടെ, നിനക്കൊന്നും സംഭവിക്കില്ല. കാരണം നിൻ്റെ ഫോക്കസ് ദൈവത്തിലാണ്. ഈ ഒരു സ്പിരിച്വൽ സയൻസ് നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യരാൽ നാം ഉപേക്ഷിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ തുറവിക്ക്, വലിയൊരു ആത്മീയമായ ഉണർവിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞവരെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ ഉപേക്ഷിച്ചവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ ഒരു ദൈവവിശ്വാസി എന്നറിയപ്പെടുക. നിങ്ങളൊരു ആത്മീയ മനുഷ്യൻ എന്ന മുദ്ര നിങ്ങളുടെ മേൽ ചാർത്തപ്പെടുക. നന്ദി, നമസ്കാരം. ദൈവമായ കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് മറ്റൊരു സന്ദേശമായി വീണ്ടും കണ്ടുമുട്ടാം.